ബിസ്മില്ല വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ടീം മിഷ്കാത്തിന്റെ സാരഥികൾ നടത്തിവരുന്ന ഡെയിലി ഉത്ബോധന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ വളരെയധികം പ്രാധാന്യമുള്ള എന്നാൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളും സംശയങ്ങളും അജ്ഞതയുമെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു വിഷയമാണ് സംശയ നിവാരണത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. സ്ത്രീകളുടെ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ധാരാളം സംശയങ്ങൾ ഇന്നും പല സഹോദരിമാർക്കിടയിലും നിലനിൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ സെഷനിൽ നമ്മുടെ സംശയങ്ങൾക്കൊക്കെ ആധികാരികമായി മറുപടി പറയാൻ തയ്യാറായിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ വളരെയധികം സുപരിചിതയായിട്ടുള്ള എല്ലാവരുടെയും പ്രിയങ്കരിയായിട്ടുള്ള ഒരു വലിയ വ്യക്തിത്വത്തിന് ഉടമയും കൂടിയായിട്ടുള്ള ബഹുമാനിയായ സിസ്റ്റർ മുംതാസ് പാവങ്ങാടാണ്. ധാരാളം വർഷങ്ങളായി ദാവാ രംഗത്ത് വളരെയധികം ആക്റ്റീവായി തൻ്റെതായ ഒരു മുദ്ര രേഖപ്പെടുത്തിയ സിസ്റ്റർ മുംതാസ് നല്ലൊരു എഴുത്തുകാരിയാണ്, നല്ലൊരു കൗൺസിലറാണ്, നല്ലൊരു ഓറേറ്ററാണ്, നല്ലൊരു അധ്യാപികയാണ്. അതിലെല്ലാം ഉപരിയായി ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സാമൂഹ്യ സേവന രംഗങ്ങളിലൊക്കെ തന്നെ തൻ്റെതായ ഒരു വലിയ വിഷൻ ഉള്ള നല്ലൊരു വ്യക്തിത്വം. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അവരുടേതായ വശ്യമായ ഹൃദ്യമായ എന്നാൽ വളരെ സിമ്പിളായ രീതിയിൽ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തു തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുംതസ്തയെ വളരെയധികം സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ വിഷയത്തിന്റെ അവതരണത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി സിദ്നി ഇൽമൻ നാഫിയൻ വഅമലൻ മുതഖബ്ബല റിസ്കൻ ഹലാലൻ ത്വയ്യിബ ഖുലൂബൻ ഖാശിയ. റബ്ബനാ ലക്കൽ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈ ബിലോവഡ് സിസ്റ്റേഴ്സ്, നമ്മുടെ ഇന്നത്തെ Q&A സെഷനിൽ എന്നോട് സംസാരിക്കാനായിട്ട് നമുക്ക് ഇന്റർവ്യൂർ ആയിട്ട് നമ്മുടെ മുമ്പിൽ വന്നെത്തിയിരിക്കുന്നത് മൈമൂന ടീച്ചറാണ്. ഹെഡ് മിസ്ട്രസ് ആയിട്ട് റിട്ടയർഡ് ആയിട്ടുള്ള ടീച്ചറാണ്. എനിക്ക് എൻ്റെ കോളേജ് ജീവിതകാലത്ത്, അതായത് കൗൺസിലിംഗ് കോഴ്സ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് വീണ് കിട്ടിയ ഒരു മുത്താണെന്ന് വേണം പറയാൻ. ധാരാളം പേരുണ്ടായിരുന്നു നമ്മോടൊപ്പം പഠിക്കാൻ, കുറേ പ്രിൻസിപ്പാൾസും ഡോക്ടേഴ്സും അങ്ങനെ പലരും അതിൽ നിന്ന് വീണ് കിട്ടിയ ഒരു മുത്താണ് നമ്മുടെ മൈമൂന ടീച്ചർ. നമ്മളോട് എല്ലാ കാര്യത്തിലും നമ്മളെ വിഷയത്തിൽ നമ്മളായിട്ട് അഭേദ്യമായ ബന്ധം പുലർത്തിക്കൊണ്ട് നമ്മളെ എല്ലാവിധ മീറ്റിങ്ങുകളിലും നമ്മോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു ടീച്ചറാണ്, കൗൺസിലറാണ്. പിന്നെ ടീനേജ് ഇഷ്യൂസിലൊക്കെ കുറെ സ്കൂളിലൊക്കെ നല്ല എക്സ്പീരിയൻസിലുള്ള ഒരു ടീച്ചറാണ്. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്തൊക്കെയാ മൈമുന ടീച്ചറെ ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ? പറഞ്ഞപ്പോൾ നമ്മൾ പല സഹോദരങ്ങളായിട്ട് ഈ ഒരു സംശയമാണ് സ്ത്രീകളുടെ പള്ളി പ്രവേശനത്തെ സംബന്ധിച്ച് ഒതന്റിക് ആയിട്ടുള്ള, അതായത് ആധികാരികമായിട്ടുള്ള ഹദീസ് ഉണ്ടോ? അതെ, അതിനെ സംബന്ധിച്ച് 100-ലേറെ ഹദീസുകളുടെ തെളിവുകൾ കാണാം. മാത്രമല്ല ഖുർആനിലും ഇഹ്തികാഫിനെ കുറിച്ചും മറ്റുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടുമൊക്കെ ഖുർആനിലും പരാമർശങ്ങൾ ഉണ്ട്. ഇതേപോലെ സ്ത്രീകൾക്ക് വീടാണ് ഉത്തമമെന്ന് പറയുമ്പോൾ പള്ളി അവർക്ക് നിഷിദ്ധമാകുന്നില്ല. മാത്രമല്ല സ്ത്രീകൾ ജുമുഅ ജമാഅത്തിൽ പങ്കെടുക്കുന്നതിന് അനുവദിച്ചുകൊണ്ടുള്ള അനേക ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുമുണ്ട്. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ പള്ളിയിൽ പോയാൽ ഫിത്ന ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടിട്ടാണ് പലരും ഈ വിഷയത്തെ എതിർക്കുന്നത്. എന്നാൽ സ്ത്രീകൾ അങ്ങാടിയിൽ പോയാലോ വിവാഹ സൽക്കാരങ്ങളിലോ ജാറം മൂടാനോ മറ്റോ പോയാലോ യാതൊരു ഫിത്നയും ഈ കൂട്ടർ കാണുന്നുമില്ല. യഥാർത്ഥത്തിൽ ഇന്നും പള്ളിയിൽ പോകുന്ന സ്ത്രീകൾ ഫിത്നകളെ ഭയപ്പെടേണ്ടതില്ല എന്ന് വേണം പറയാൻ. കാരണം പള്ളികളിൽ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കൂടി കലരുന്നില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പള്ളിയിലേക്ക് പ്രത്യേകം വഴിയും സെപ്പറേറ്റ് ടോയ്ലറ്റ് സൗകര്യങ്ങളും ഹൗലും നിസ്കാര സ്ഥലവുമാണ് ഉള്ളത്. സ്ത്രീ പുരുഷന്മാർ പരസ്പരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ പോലെ പരസ്പരം കണ്ടുകൊണ്ട് നമസ്കരിക്കുന്നുമില്ല. ഇതെല്ലാം തന്നെ ചില തെറ്റിദ്ധരിപ്പിക്കൽ മാത്രമാണെന്ന സത്യം ഇനിയെങ്കിലും നമ്മുടെ സഹോദരിമാർ മനസ്സിലാക്കുക.
ആക്ച്വലി നമ്മൾ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകാൻ അനുമതി ചോദിച്ചാല് ഭർത്താക്കന്മാർക്ക് പോകണ്ട എന്ന് പറഞ്ഞു ഒന്ന് വിശദീകരിക്കാമോ? മൈമൂന ടീച്ചറെ ചോദ്യം, സ്ത്രീകൾ പള്ളിയിൽ പോകണ്ട പോകാൻ ചോദിച്ചാൽ ആണുങ്ങൾ അനുവാദം പോകണ്ട എന്ന് പറയാനുള്ള പവർ അവർക്കുണ്ടോ എന്നാണ് ചോദ്യം. ഇബ്നു ഉമർ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി, നിങ്ങളുടെ ഭാര്യമാർ പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ അവർക്ക് നിങ്ങൾ അനുവാദം നൽകുവിൻ. ആരാ പറയുന്നത്? ബുഖാരി ഇമാം അഹമ്മദ് റളിയല്ലാഹു. ഇവരൊക്കെ തന്നെ ഈ ബുഖാരി ഇമാം എന്ന് പറയുന്ന ഏറ്റവും ഹദീസ് പണ്ഡിതന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനും എല്ലാ ഈ ഇസ്ലാമിക സംഘടനകളിൽ ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസുകൾ സ്വീകരിക്കാത്ത ഒരൊറ്റ മദ്ഹബും ഇല്ല എന്ന് വേണം പറയാൻ, അല്ലെ? അപ്പൊ അദ്ദേഹമാണ് ഈ വിഷയത്തെ കുറിച്ച് പറയുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നിസാഉക്കും ഇലാ മസ്ജിദി ഫഹദനൂ ലഹുന്ന. ആരെങ്കിലും നിങ്ങളെ ഭാര്യമാരിൽ ആരെങ്കിലും പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ അവർക്ക് നിങ്ങൾ അനുവാദം നൽകുവീൻ, അല്ലെ? അപ്പം ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് ഫഹദനൂ ലഹുന്ന അവർക്ക് നിങ്ങൾ അനുവാദം കൊടുക്കുവിൻ എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ധാരാളം ഹദീസുകൾ ഉണ്ട്. മാത്രവുമല്ല ലാ തംനഉ ഇമാ അല്ലാഹി അൻ യുസല്ലീന ഫിൽ മസ്ജിദി, നിങ്ങൾ അള്ളാഹുവിന്റെ അടിയാത്തിമാരായ സ്ത്രീകളെ പള്ളിയിൽ നമസ്കരിക്കുന്നത് നിങ്ങൾ തടയരുത്. അതൊക്കെ ഇമാമുമാരാ പറഞ്ഞിട്ടുള്ള. ഇബ്നു മാജ നമ്പർ 16 ഹദീസ് അഹമ്മദ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ ബസാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇത്രയും പണ്ഡിതന്മാർ ബുഖാരി മുസ്ലിം കൂടാതെ ഈ വിഷയം വീണ്ടും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ്, അങ്ങനെയെങ്കിൽ മുസ്ലിം സ്ത്രീകൾ രാത്രി പള്ളിയിൽ പോയതിന് വല്ല തെളിവുമുണ്ടോ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് നിരോധിച്ചു എന്ന് പറയുന്നത് ശരിയാണോ? അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസാണ്. ഇതസ്തഅ്തനുക്കും നിസാഉക്കും ബിൽ ലൈലി, അതായത് ലൈല് രാത്രിയാണെന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാലോ, അല്ലെ? നഹാറ് പകലാണെങ്കിൽ ലൈല് രാത്രിയാണ്. ഇലൽ മസ്ജിദി ഫഅ്തനൂ ലഹുന്ന. ഇബ്നു ഉമർ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ നിങ്ങൾ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ രാത്രിയിൽ പോലും അനുമതി നൽകുവിൻ. ആരാണ് ഇത് പറഞ്ഞിട്ടുള്ളത്? ബുഖാരി, അല്ലെ? ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസാണിത്. അപ്പൊ നമ്മൾ എങ്ങനെ ഇതിനെന്താണ് പച്ച യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടക്കുക എന്നല്ലാണ്ട് എന്താ ഇതിന് പറയുക, അല്ലെ? ഇതൊക്കെ വ്യക്തമായ സത്യങ്ങളല്ലേ? ഇതൊക്കെ ആർക്കെങ്കിലും ഡിനേ ചെയ്യാൻ പറ്റുമോ? പിന്നെ മറ്റൊരു ഹദീസ്, ഇബ്നു ഉമർ റളിയല്ലാഹു തന്നെയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകാനുള്ള അവരുടെ അവകാശം അവർ ചോദിച്ചാൽ നിങ്ങൾ തടയരുത്. അപ്പൊ ബിലാൽ പറഞ്ഞു, അള്ളാഹു ആണേ സത്യം, ഞങ്ങൾ അവരെ തടയുക തന്നെ ചെയ്തു. അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ട് പറയാണ്, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അപ്പോൾ നീ അവരെ തടയുമെന്ന് പറഞ്ഞുവോന്ന്, അല്ലെ? അപ്പൊ ഉമർ റളിയല്ലാഹു പറഞ്ഞ ഒരു പ്രസ്താവനയാണ്. നീ എത്രത്തോളം എന്നാൽ രാത്രിയിൽ പള്ളിയിലേക്ക് പോകുന്നതിനാണ് അനുവാദം ചോദിച്ചതെങ്കിൽ പോലും നിങ്ങൾ അനുമതി നൽകണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മനസ്സിലായില്ല? അപ്പൊ രാത്രിയിലാണ് അവർ ചോദിച്ചതെങ്കിൽ പോലും നിസായി ബില്ലൈലി ഇലൽ മസ്ജിദി, അവർ രാത്രിയിൽ പോകണമെന്നാണ് ചോദിച്ചത് എങ്കിൽ പോലും അവർക്ക് അനുമതി നൽകണമെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അൽഹംദുലില്ലാ. എന്നാൽ ഒരു ചോദ്യം കൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹാബി വനിതകൾ ജമാഅത്തിൽ പങ്കെടുത്തതിന് വല്ല തെളിവും ഉദ്ധരിക്കാൻ കഴിയും? അതായത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നാണ് നിവേദനം ചെയ്ത ഹദീസ് എന്നാണ് വീണ്ടും ഇവിടെ ഉദ്ധരിക്കുന്നത്. അതായത് ഉമർ റളിയല്ലാഹുവിന്റെ ഭാര്യ സുബ്ഹി നമസ്കാരത്തിലും ഇശാ നമസ്കാരത്തിലും പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കാറുണ്ടെന്ന് അപ്പോൾ അവരോട് പറയപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹുവിന് അത് വെറുപ്പാണെന്നും അഭിമാന രോഷം ഉണ്ടാക്കുമെന്നും നിങ്ങൾക്കറിയാമല്ലോ. നമുക്കറിയാം ഉമർ റളിയല്ലാഹു അല്പം ഗൗരവക്കാരനാണ്, ഭയങ്കര ദേഷ്യക്കാരനാണ്, എപ്പോഴും കയ്യിലൊരു വടിയായിട്ടാണ് നടക്കുക. അപ്പം ഉമർ റളിയല്ലാഹുവിന് അതിൽ ഇത്ര വലിയ താല്പര്യമില്ലാന്ന്. എന്നാൽ എന്തുകൊണ്ട് അദ്ദേഹം എന്നെ ജമാഅത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിരോധിച്ചില്ല എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ആത്തിക പറയാണ്. ഇതൊക്കെയാണ് മൂപ്പർക്ക് ദേഷ്യമാണ്, വലിയ ഇഷ്ടമില്ല, രാത്രി
കയറി പോണം. എങ്കിൽ പോലും മൂപ്പർ എന്തുകൊണ്ട് തംനൗൽ മസ്ജിദ് പള്ളിയിലേക്ക് പോകുന്നത് തടഞ്ഞില്ലാന്ന്. അപ്പോൾ പറയാണ്, അള്ളാഹുവിന്റെ സൃഷ്ടികളായ സ്ത്രീകളെ അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് തടയരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനം തന്നെയാണ് ഇതിന് കാരണം എന്ന് ആരാ പറയുന്നത്? അതും ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസ. ഈ ഒരു ഹദീസും നമുക്ക് ഡിനേ ചെയ്യാൻ പറ്റൂല അല്ലെ. അതിന്റെ താഴേക്കിടയിലുള്ളവർ ആരെങ്കിലും ആണെങ്കിൽ ഒന്ന് ടച്ച് ചെയ്ത് നോക്കാമായിരുന്നു. പക്ഷെ ബുഖാരി മുസ്ലിമിന്റെ ഹദീസുകൾ ഒന്നും തന്നെ ആർക്കും തന്നെ ഡിനേ ചെയ്യാൻ പറ്റൂല. നെക്സ്റ്റ്. അങ്ങനെയൊക്കെയാണെങ്കിലും വീണ്ടും നമ്മുടെ സഹോദരിമാരുടെ പതിവായിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. പള്ളികളിൽ ജമാഅത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഇതാണ് അവരുടെ അടുത്ത ചോദ്യം. പിന്നെ ഒന്നുകൂടെ വിശദീകരിക്കാം. അതായത് സ്വഹാബി വനിതകൾ പങ്കെടുത്തിരുന്നോ എന്ന് ചോദിച്ചല്ലോ. അപ്പൊ അനസ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ പറയുന്നു, നമസ്കാരം ദീർഘിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ നമസ്കാരത്തിൽ പ്രവേശിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഞാൻ ചിലപ്പോൾ നമസ്കാരം, അതായത് ഇശ പിന്നെ സുബഹി നമസ്കാരങ്ങൾ ഫർള് നമസ്കാരത്തിലും അല്പം ദീർഘിപ്പിച്ച് ചെല്ലാറുണ്ടല്ലോ. അങ്ങനെ ദീർഘിപ്പിക്കാം എന്ന് വിചാരിച്ച് പിന്നെ ഖുർആൻ പാരായണം തുടങ്ങിയാൽ കുട്ടികളുടെ കരച്ചിൽ കേട്ടത് കാരണം മാതാവിന് പ്രയാസമുണ്ടാകുമല്ലോ എന്ന് കരുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നമസ്കാരം ചുരുക്കുമായിരുന്നു. അതും റിപ്പോർട്ട് ചെയ്യുന്നതാരാ? ബുഖാരി മുസ്ലിം തന്നെ. നോക്കണം, റിപ്പോർട്ടർ പേര് കേട്ടാ നമുക്ക് ഒരിക്കലും അത് നോ എന്ന് പറയാൻ പറ്റൂല അല്ലെ. അപ്പൊ കുറെ സ്വഹാബി വനിതകൾ പള്ളിയിൽ നമസ്കാരത്തിന് ഇശായിലും സുബൈക്കൊക്കെ വന്നപ്പോ പ്രത്യേകം എടുത്ത് പറയുന്നത് സുബൈയിലും ഇശായിലും ആണല്ലോ നമ്മൾ ദീർഘിപ്പിച്ച ആയത്തുകൾ ഓതുക. അപ്പൊ നബി ദീർഘിപ്പിക്കാമെന്ന് വിചാരിച്ച ആയത്ത് ചൊല്ലാൻ തുടങ്ങുമ്പോ ബാക്കിൽ നിന്ന് കുട്ടികൾ ഇങ്ങനെ കരയും കേട്ടത് കൊണ്ട് നമസ്കാരം ചുരുക്കുമായിരുന്നു, അവർക്ക് പ്രയാസം ഉണ്ടാവരുതല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അത് ആ റിപ്പോർട്ടറും ബുഖാരി തന്നെയാണ് 709 പിന്നെ ഹദീസിൽ. പിന്നെ ഉമ്മു സൽമയിൽ നിന്ന് നിവേദനം, നിസ്കാരത്തിൽ സലാം ചൊല്ലിയാൽ തന്റെ സ്ഥാനത്ത് തന്നെ അല്പസമയം ഇരിക്കാറുണ്ട്. ഇബ്നു ഷിഹാബ് റളിയല്ലാഹു അൻഹു പറയുന്നു, സ്ത്രീകൾ എഴുന്നേറ്റ് പോകുവാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ ദർശിക്കുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പിന്നെ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി കഴിഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും ആണുങ്ങൾ പുറത്തു പോകില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് അന്ന് വസ്ത്രത്തിന്റെ കാര്യത്തിൽ വളരെ പുവറായിരുന്നല്ലോ. അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പേരിന് ഹിജാബിന്റെ ആയത്തിറങ്ങിയപ്പോ മുള്ളില്, അതായത് വേലിയിൽ നിന്ന് മുള്ള് പറിച്ചിട്ട് അന്ന് മൊട്ടുസൂചി പിന്നൊന്നും ഇല്ലായിരിക്കാം, എന്നിട്ട് 2-3 തട്ടങ്ങൾ കൂട്ടിയിട്ടൊക്കെയാണ് അവര് മറിച്ച് പോയതെന്നാ പറയുന്നത്. അത്രക്കൊരു ദാരിദ്ര്യമുള്ള കാലമായതുകൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും മിക്സായി പോകരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ആണുങ്ങൾ ലേശം അവിടെ ഇരിക്കും, പെണ്ണുങ്ങൾ വീട്ടിലെത്തിയിട്ട് അവർക്ക് വീട്ടിൽ പോയിട്ട് പണി ഉണ്ടാവുമല്ലോ, എന്നിട്ട് എണീക്കാന്ന് വിചാരിച്ചിട്ട് അത്രത്തോളം തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്. മാത്രമല്ല വേറൊരു വിഷയം എന്താന്ന് പറഞ്ഞാല്, നമ്മൾ ആണുങ്ങളെ പോലെ പാന്റും ഷർട്ടും അണ്ടർവെയറും ഒന്നും ഇട്ടിട്ടല്ല അവര് പള്ളിയിൽ വരുന്നത്. ഒരു തുണി എടുത്ത് കഴുത്ത് കൂടെ കെട്ടി അങ്ങനെയാണ് അവര്, മറ്റേ പുറവും അറിയണം കയ്യും അറിയണം, അങ്ങനത്തെ ഒരു രീതിയിലാണ് അവര് അന്ന് നിസ്കാരത്തിന് ആണുകൾ പങ്കെടുത്തിരുന്നത്. അപ്പൊ അവര് റുക്കൂയിൽ സുജൂദിൽ പോകുമ്പോ ബാക്കിൽ നിൽക്കുന്ന സ്ത്രീകൾ ഡയറക്റ്റ് ബാക്കിലാട്ടോ നിൽക്കുന്നത്. അതിന്റെ ആണുങ്ങളെ ബാക്കിൽ, കുട്ടികൾ അതിന്റെയും ബാക്കിൽ. ഇന്നത്തെ പോലെ അതിന് സ്ക്രീനോ അങ്ങനത്തെ കണ്ട അടിപൊളി കണ്ടംപററി പിന്നെ ബോർഡുകളൊന്നും യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടം അല്ലായിരുന്നല്ലോ. അപ്പോ അങ്ങനെ നിൽക്കുമ്പോ ആണുങ്ങൾ സുജൂദിന്ന് എഴുന്നേറ്റിട്ടും റുക്കൂയിൽ നിന്ന് എഴുന്നേറ്റിട്ടും നിങ്ങൾ തല ഉയർത്തിയാൽ മതി എന്ന് പറയുമായിരുന്നു. കാരണം എന്തെങ്കിലും അവരുടെ കണ്ണപ്പെട്ടിട്ട് നിസ്കാരത്തിന് ഒരു അങ്ങനെയും പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ വെച്ച് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നത്തെ കാലത്ത് സഹാബ വനിതകളെയും കൂടെ പങ്കെടുപ്പിച്ചായിരുന്നു നമസ്കാരം സംഘടിപ്പിച്ചിരുന്നതെന്ന് മനസ്സിലാക്കണം. പിന്നെ ഇമാം സുഹരി പറയുന്നു, ജനങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ തങ്ങളുമായി കൂടിക്കലരുന്നതിന് മുമ്പായി സ്ത്രീകൾ എഴുന്നേറ്റ് പോകുവാൻ വേണ്ടിയായിരുന്നു ആ ഇരുത്തമെന്ന് ഞാൻ കരുതുന്നു. അതും ആരാ പറയുന്നത്? ബുഖാരി മുസ്ലിം തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പിന്നെ സഹലിൽ നിന്ന് നിവേദനം ചെയ്ത മറ്റൊരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമസ്കരിച്ചിരുന്ന പുരുഷന്മാർ കുട്ടികൾ ചെയ്യുന്ന പോലെ, അതന്നെ ഞാൻ പറഞ്ഞ വിഷയം തന്നെ, വസ്ത്രങ്ങൾ കഴുത്തിൽ കൂടെ ചുറ്റി കെട്ടി എടുക്കുമ്പോ അവരത് എന്തെങ്കിലും സുജൂദ് പോകുമ്പോ റുക്കൂ പോകുമ്പോഴോ അണ്ടർവെയർ ഇടാണ്ട് ആണുങ്ങൾ ആ രീതിയിൽ നമസ്കരിക്കൊണ്ട് സ്ത്രീകൾക്ക് എന്തെങ്കിലും തോന്നിപ്പോകണ്ട എന്ന് വിചാരിച്ചിട്ട് അവർ തല ഉയർത്തുന്നത് വരെ നിങ്ങൾ ഉയർത്തരുതെന്ന് പറഞ്ഞിരുന്നു. ഇത് റിപ്പോർട്ട് ചെയ്ത് മുത്തഫഖു അലൈഹിയായ ഹദീസാണ്. ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിരുന്നു. സുബിയുടെയും ഇഷായുടെയും ജമാഅത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹാബ വനിതകൾ പങ്കെടുത്തിരുന്നു എന്നതിന് വ്യക്തമായ തെളിവുകളാണ്. നെക്സ്റ്റ്.
അവിടെ ഇല്ല. റേഞ്ച് ഉള്ള സ്ഥലത്തേക്ക് ഒന്ന് നിൽക്കുവോ മൈമുന? റേഞ്ച് ഉള്ള സ്ഥലത്ത്, റേഞ്ച് ഇഷ്യൂ ഉണ്ട്. ആണോ? ആ റേഞ്ച് നമ്മുടെ പള്ളികളിലൊന്നും ഒരിക്കൽ സെപ്പറേറ്റ് സൗകര്യങ്ങൾ. പക്ഷെ എന്നാലും കല്യാണങ്ങളിലോ സൽക്കാരങ്ങളില് മാളുകളില് പിന്നെ അതുപോലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളില് നേരത്തെ മുമ്പ് പറഞ്ഞ പോലെ ആണ്ടുകളിലും ഉറുസുകളിലും ജാറമോട് അവിടുത്തെ പള്ളി പോകുന്ന കാര്യം മാത്രമാണ് പലപ്പോഴും പലരും വിലക്കായിട്ട് കാണുന്നത്. അതേ സമയം സ്ത്രീകൾ അവൽ ജമാഅത്ത് ഉണ്ടോ, അവർക്ക് ഉള്ള സമയങ്ങളില് നമസ്കരിച്ചാൽ പോരേ? കേട്ടാവോ? അതായത് ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കൽ സുന്നത്താണെന്നും രാത്രികളിൽ സുന്നത്ത് നമസ്കാരത്തിന് സ്ത്രീകൾ പള്ളികളിലേക്ക് പുറപ്പെടാറുമുണ്ടെന്നുള്ള മേൽപ്പറഞ്ഞ ഹദീസുകളൊക്കെ നമ്മൾ മനസ്സിലായല്ലോ അല്ലെ. അതിനാൽ അപ്രകാരം പകലിനേക്കാൾ രാത്രിയിലാണ് കൂടുതൽ സംശയത്തിന് സാധ്യതയുള്ളത്. എന്നിരിക്കെ പകലിലും നമസ്കാരങ്ങൾക്കായി പള്ളിയിൽ പോകാമെന്ന് മനസ്സിലാക്കുന്നു. ഫത്തുൽ ബുഖാരി വ്യക്തമാക്കുന്ന ഹദീസാണിത് അല്ലെ. അതായത് രാത്രി ഫിത്നകൾ കൂടുന്ന സമയമാണ്, എന്നിട്ട് പോലും രാത്രിയിൽ പോലും സ്ത്രീകൾ നമസ്കാരത്തിന് പങ്കെടുത്തിരുന്നു എന്നുള്ളതിന് വ്യക്തമായ ഒരു തെളിവാണിത്. പിന്നെ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അവരുടെ വീടുകളിലേക്ക് തിരിഞ്ഞു ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസാണ്. നമസ്കാരത്തിന് ശേഷം അവർ അവരുടെ വീടുകളിലേക്ക് പിരിഞ്ഞു പോകും. ഇരുട്ട് കാരണം അവരെ ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല. അപ്പൊ അത് സുബ്ഹിയോ സുബ്ഹിയോ ഇശ നിസ്കാരമോ ആയിരിക്കാം എന്ന് മനസ്സിലാക്കാവുന്നതാണ്. നെക്സ്റ്റ്. ഓക്കെ, ഇനി ഒരു സ്ത്രീ പള്ളിയിൽ പോകുന്നു എന്ന് സങ്കല്പിക്കാം. എങ്കിൽ അവൾ പാലിക്കേണ്ട നിയമങ്ങൾ അഥവാ മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണെന്ന് ഒന്ന് വ്യക്തമാക്കാമോ? പിന്നെ സൈനബ് റളിയല്ലാഹുവിന് അത് പിന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, നിങ്ങൾ പള്ളി നിശാ നമസ്കാരത്തിന് ഹാജരാകുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ രാത്രിയിൽ സുഗന്ധം ഉപയോഗിക്കരുത്. അതായത് ഇപ്പൊ ചിലര് കിടക്കാൻ നേരത്ത് കുളിച്ച് മേലൊക്കെ കഴുകി ഒന്ന് അത്തറ് പൂശും. നമുക്ക് വീട്ടിൽ അത്തറ് സുഗന്ധം ലേഡീസിന് ഹലാലാണ്. പിന്നെ നിസ്കാരപ്പായിലും പൂശാം. പിന്നെ അന്നേരം നിസ്കരിക്കുമ്പോഴും മലക്കുകളെ സാന്നിധ്യം ഉണ്ടാകുമ്പോഴും പിന്നെ അത്തറ് ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അതേസമയം ഇശാ ജമാഅത്തിന് വേണ്ടിയിട്ട് നമ്മൾ നെയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ അത്തറ് പൂശരുത് എന്ന് പ്രത്യേകം പറഞ്ഞു. അതായത് ഇശാ നമസ്കാരത്തിന് ഹാജരാകുവാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ ആ രാത്രിയിൽ സുഗന്ധം ഉപയോഗിക്കരുത്. കാല ഇതാ ഷഹീദത്ത് ഇഹ്ദാകുന്നൽ ഇശാ ഫലാ തതയ്യബ് തിൽക്കൽ ലൈലത്ത അല്ലെ. അപ്പൊ അത്ര പോലും അത്തറിനെ ഏതെങ്കിലും സ്ത്രീ സുഗന്ധം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ അവസാനത്തെ രാത്രി നമസ്കാരത്തിൽ പങ്കെടുക്കരുതെന്ന് അല്ലെ. അത് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഈ രണ്ട് ഹദീസും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളാണ്. അൽഹംദുലില്ലാ. അടുത്ത ചോദ്യം, ആരോഗ്യമുള്ളവർക്ക് മാത്രം പള്ളിയിൽ പോയാൽ പോരെ? അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സുന്നത്ത് നമസ്കാരങ്ങൾ പള്ളിയിൽ വെച്ച് നിർവഹിക്കാമോ? ഈ ചോദ്യത്തിന്റെ മറുപടി അനസ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പള്ളിയിൽ പ്രവേശിച്ചപ്പോൾ അവിടെ രണ്ട് തൂണുകൾക്കിടയിൽ ഒരു കയർ ഇങ്ങനെ ഇട്ടിട്ടിരിക്കുന്നതായിട്ട് നബി കണ്ടു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ സ്വഹാബത്തിനോടായി ചോദിച്ചു, എന്താണ് ഈ കയർ? മാ ഹാദൽ ഹബലി, എന്താ അതിന്റെ ആവശ്യം? ഖാലു, അവർ പറഞ്ഞു, ഹാദാ ഹബലു സൈനബ ഫൈദാ ഫതർത തഅല്ലഖത്. അതായത് ഈ കയറ് നമ്മുടെ സൈനബ് റളിയല്ലാഹു അൻഹ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. അവർ രാത്രി നമസ്കാരത്തിൽ ക്ഷീണം ബാധിക്കുമ്പോൾ ഈ കയറിൽ പിടിച്ചു നിൽക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അങ്ങനെ വേണ്ടതില്ല, അത് അഴിച്ചു കളയുവിൻ. നിങ്ങൾ ഓരോരുത്തരും അവൻ ഉന്മേഷവാനാകുമ്പോൾ നമസ്കരിക്കട്ടെ, ക്ഷീണം ബാധിക്കുമ്പോൾ ഇരിക്കുകയും ചെയ്യട്ടെ എന്ന്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തതോ ബുഖാരി മുസ്ലിമാണ്. അപ്പം മുത്തഫഖു അലൈഹി ആയ ഹദീസ. ഇത് നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം മുസ്ലിം
സ്ത്രീകളും പുരുഷന്മാരും കേട്ടിട്ടുള്ള ഒരു ഹദീസ് അല്ലെ. നമ്മളൊക്കെ പണ്ട് കേട്ടതല്ലേ അല്ലെ, ഇങ്ങനെ ഒരു കയറ് തൂക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടായില്ല, അത് അറുത്ത് കളയാൻ പറഞ്ഞു, നിങ്ങൾ ക്ഷീണം വരുമ്പോ ഇരുന്ന് നിസ്കരിച്ചോളി എന്ന് പറഞ്ഞല്ലേ. ഇതൊന്നും നമുക്ക് ഒരിക്കലും ഡിനേ ചെയ്യാൻ പറ്റൂല. മാത്രമല്ല രണ്ടാളും ബുഖാരി മുസ്ലിമും ഒരുമിച്ച് കൂടി പിന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസും കൂടിയാണ്. പിന്നെ ഈ ഹദീസിൽ സ്ത്രീകൾ സുന്നത്ത് നമസ്കാരങ്ങൾ പള്ളിയിൽ വെച്ച് നമസ്കരിക്കൽ അനുവദനീയമാണെന്ന് കൂടിയുണ്ട്. കാരണം ചോദിച്ചത് എപ്പോഴാണ്? രാത്രി നമസ്കാരത്തിൽ എന്നാ പറഞ്ഞത് അല്ലെ. അപ്പൊ രാത്രി അപ്പൊ സുന്നത്ത് സ്ത്രീകൾക്ക് നമസ്കരിക്കൽ അനുവദനീയമാണെന്ന് വന്നു. രണ്ടാമത്തത് അതായത് നബിയുടെ ഭാര്യ സുന്നത്ത് നമസ്കരിച്ചത് പള്ളിയിൽ നിന്നായിരുന്നു, എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തടഞ്ഞില്ല. അപ്പൊ നമ്മളെ ഹസ്ബൻഡ് ആണെങ്കിൽ എന്ത് പറയൂ? ഇത്രയൊക്കെ ബുദ്ധിമുട്ടി ഇവിടെ കയറും കെട്ടി സ്കിക്കുന്ന നേരം കൊണ്ട് ഇനി വീട്ടിൽ പോന്ന് അറിയില്ലല്ലേ. സല്ലല്ലാഹു അലൈഹി വസല്ലമ നോ റിജക്ഷൻ അല്ലെ, ഒരു എതിർപ്പും പറഞ്ഞില്ല എന്ന് ഷറഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാ പറയുന്നു, ഈ ഹദീസിൽ സ്ത്രീകൾ സുന്നത്ത് നമസ്കാരങ്ങൾ പള്ളിയിൽ വെച്ച് നമസ്കരിക്കൽ അനുവദനീയമാണെന്ന് കൂടി വ്യക്തമാകുന്നു. റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഫത്തുഹുൽ ബുഖാരി. അൽഹംദുലില്ലാ, വളരെ വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര് ഇഅ്തികാഫ് ഇരുന്നിരുന്നു എന്ന് പറയുന്നത് ശരിയാണോ? ഓക്കെ. ആയിഷ റളിയല്ലാഹു അൻഹ ഖാല സൗജിൻ നബി ഖാലത് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യതഖിഫുൽ അശ്റ അൽ അവാഖിറ മിൻ റമളാൻ ഹത്താ തവഫാഹു അല്ലാഹു സുമ്മ അതഖക അസ്വാജുഹു മിൻ ബഅദിഹി. മിൻ ബഅദി എന്ന് നമുക്കെല്ലാം അറിയാം അല്ലെ, ശേഷം അല്ലെ. അപ്പൊ ആയിഷ റളിയല്ലാഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത് വരെ റമളാനിലെ അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. നബിയുടെ മരണശേഷം അവിടുത്തെ പത്നിമാരും ഇരുന്നു കൊണ്ടേയിരുന്നു. റിപ്പോർട്ട് ചെയ്തത് ആരാ? ബുഖാരി അല്ലെ. ഇതൊക്കെ ഈ വിഷയത്തിനെ സംബന്ധിച്ച് നമ്മൾ പല വിഷയങ്ങളും സംസാരിക്കാറുണ്ട്. പക്ഷെ ഇത്രയും ബുഖാരി ഇമാമിന്റെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള തെളിവുകൾ നമുക്ക് കിട്ടലില്ല എന്ന് വേണം പറയാൻ അല്ലെ. ആയിഷത്തെ വീണ്ടും ഹദീസ്. ആയിഷത്തെ കാലത്ത് മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് ആയിഷ റളിയല്ലാഹു മാ റസൂലുള്ളാഹി, മാ എന്ന് പറഞ്ഞാൽ കൂടെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. ഇംറാത്തും മിൻ അസ്വാജി ഫകാനത്ത് തറ ദമ വസ്സുഫറത വത്തസ്തു വതഹതഹ വഹിയ തുസല്ല. അതായത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവിടുത്തെ ഒരു ഭാര്യ ഇഅ്തികാഫ് ഇരുന്നു. അപ്പൊ അവൾക്ക് മഞ്ഞ നിറത്തിലുള്ള രക്തം ദർശിക്കാറുണ്ട്. നമസ്കരിക്കുമ്പോൾ തളിക ചുവട്ടിൽ വെച്ചു. അത്ര പോലും റിപ്പോർട്ട് ചെയ്യുന്ന, അതായത് മെൻസസിന്റെ അവധി കഴിഞ്ഞിട്ട് വീണ്ടും പോകുന്നത് മെൻസസ് ബ്ലഡ് അല്ലാലോ. അപ്പൊ മഞ്ഞ നിറത്തിലുള്ള രക്തം പോകുന്നത് കണ്ടിട്ട് നമ്മളെ ഭാഷയെ പറഞ്ഞാൽ പഠിക്കം വെച്ച് നമസ്കരിച്ചിരിക്കുന്നു അല്ലെ. ചുവട്ടിൽ തളിക വെച്ച് അവൾ നമസ്കരിക്കുമായിരുന്നു. റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതും ബുഖാരി മുസ്ലിം അല്ല, ബുഖാരി ഇമാം 301 ആയത്ത് അല്ല ഹദീസ്. അപ്പൊ നോക്കി, ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്കലാനി വീണ്ടും പറയുന്നു, രക്തസ്രാവമുള്ള സ്ത്രീകൾക്ക് പള്ളിയിൽ ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് താമസിക്കുന്നതിനും ഇഅ്തികാഫ് ഇരിക്കുന്നതിനും അസാധുവാകുമെന്നതിനും, അതുപോലെ പള്ളിയിൽ നിന്ന് സഡൻലി പെട്ടെന്നൊക്കെ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ മെൻസസ് ഉള്ള സമയത്ത് ഇരിക്കുമ്പോൾ ഭയങ്കര ബേജാറാ. പഠിച്ചോനെ ഇവരുന്ന് ഡേറ്റ് 28 ഇപ്പം മെൻസസ് ആവല്ല, 25 പോകാം, 26 ഇങ്ങനെ പേടിച്ച് നിൽക്കും. അപ്പം പറയുന്ന വെച്ചാൽ ഇബ്നു ഹജർ അസ്കലാനി പറയുന്നു, അതായത് പെട്ടെന്ന് പള്ളിയിൽ വെച്ച് ബ്ലീഡിങ് ഉണ്ടായി എന്ന് വെച്ചും വിരോധമല്ല. ഈ ഹദീസിൽ തെളിവുണ്ട്. പള്ളി മലിനമാകുന്നതിനെ കുറിച്ച് നിർഭയത്വം ഉള്ളപ്പോഴാണിത്. ഇത് ഫത്തുഹുൽ ബുഖാരിയിൽ ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ പെട്ടെന്നൊന്നും മെൻസസ് ആകുന്നു വിചാരിച്ചിട്ട് നമ്മൾ പേടിച്ചിട്ട് ചിലപ്പോ 2-3 ദിവസത്തേക്ക് ആകുകയില്ല അല്ലെ. പേടിച്ച് എത്രയോ തറാവിയും പിന്നെ ഇഅ്തികാഫൊക്കെ നഷ്ടപ്പെട്ടതായിട്ട് ഓർക്കുന്നു. അന്നൊന്നും ഈ ഹദീസ് കണ്ടിട്ടില്ല. നെക്സ്റ്റ്. ജമാഅത്ത് നമസ്കരിക്കുമ്പോൾ സ്ത്രീകളുടെ അവസാനത്തെ വരിയാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ നല്ല ക്ലിയർ ഉണ്ട് കേട്ടോ. അബൂ ഹുറൈറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറു സുഫൂഫി റിജാലി അവ്വലുഹാ വശർറുഹാ ആഖിറുഹാ വഖൈറു സുഫൂഫിൻ നിസായി ആഖിറുഹാ വശർറുഹാ അവ്വലുഹാ.
അതായത് ചിലർ പറയുന്നുണ്ട് പുരുഷന്മാരുടെ സഫിൽ ഉത്തമമായത് ആദ്യത്തേതും മോശമായിട്ടുള്ളത് അവസാനത്തേതുമാണെന്ന്, സ്ത്രീകളുടെ സഫിൽ ഉത്തമം അവസാനത്തതും പിന്നെ ആദ്യത്തേത് മോശവുമാണെന്ന് ഇത് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ്. അത് പറയാൻ കാരണം പുരുഷന്മാരുടെ അണികളിൽ എപ്പോഴും ശ്രേഷ്ഠത ആദ്യത്തെ സഫിൽ തന്നെയാണ്, മോശം അവസാനത്തെ. എന്നാൽ ഹദീസിൽ പരാമർശിക്കപ്പെട്ട സ്ത്രീകളുടെ വരിയിലെ ആദ്യത്തെ വരി മോശമെന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാല് പുരുഷന്മാരുടെ പിന്നിലായി നമസ്കരിക്കുന്ന സ്ത്രീകൾ അവർ പുരുഷന്മാർ മുമ്പിൽ ഉള്ളത് കൊണ്ട് അവർക്ക് വല്ല എന്തെങ്കിലും, അതായത് അന്യ പുരുഷന്മാരാണല്ലോ, വല്ല രീതിയിലും വല്ലതും അതായത് നല്ലതും ചീത്തതും ആയ എന്തെങ്കിലും ഒരു മനസ്സിലൊരു തോന്നൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത്. അതേസമയം നമ്മുടെ പള്ളികളിലൊക്കെ ആണെങ്കിൽ ആണുങ്ങൾ വേറെ പെണ്ണുങ്ങൾ വേറെ സെപ്പറേഷൻ ആണ്, ആരും കാണുന്നില്ല. അവിടങ്ങളിൽ ആണുങ്ങളേതുപോലെ തന്നെയാണ് നമ്മുടെ സഫിന്റെ മഹത്വം. മനസ്സിലായില്ലേ? നമ്മളൊക്കെ പള്ളിയിലാണെങ്കിൽ മുമ്പിലെ സഫിന് കൂലി അധികവും ലാസ്റ്റ് സഫിന് കൂലി കുറവും തന്നെയാണ്. ഷറൈന്റെ ചട്ടം അതിൽ കൂടുതൽ പുണ്യമുള്ളത് വേറെ വേറെ നിൽക്കുകയാണെങ്കിൽ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ആ കാലഘട്ടത്തിൽ പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് അഹ്ലുസുഫ എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടോ വായോണ്ടൊക്കെ മുടഞ്ഞുണ്ടാക്കിയ പള്ളി. എന്നത്തെ മദീന മുനവറയും മക്ക മുക്കറബയൊന്നും അല്ലാലോ പണ്ടത്തെ കാലത്ത്. അത് മാത്രമല്ല ഷറഈന്റെ തേട്ടം അതിൽ നിന്ന് അകന്നു നിൽക്കാനാണ്. എന്നാൽ തീർച്ചയായും സ്ത്രീകളുടെ അണികളിൽ അവസാനത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രേഷ്ഠത കൽപ്പിച്ചത് പുരുഷന്മാരുമായിട്ട് അവൽ വിദൂരമാകണമെന്ന ഉദ്ദേശം കൊണ്ടാണ്. അതല്ലാണ്ട് രണ്ടു കൂട്ടർക്ക് സെപ്പറേറ്റ് ആണെങ്കിൽ നമ്മൾ ആണുങ്ങളെ പോലെ തന്നെയാണ് നമ്മുടെ സഫിന്റെയും കൂടെ ശ്രേഷ്ഠത. ഓക്കെ. ഹിജാബിന്റെ ആയത്തിന് ശേഷം സ്ത്രീകൾക്ക് ജുമാ ജമാഅത്തുകൾ വിലക്കപ്പെട്ടിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും സ്വഹാബ വനിതകളും ജമാഅത്തുകളിൽ പള്ളിയിൽ പോയിരുന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതെല്ലാം തന്നെ ഹിജാബിന്റെ ആയത്തിന് മുൻപാണെന്നും ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയ ശേഷം അവരാരും പള്ളിയിൽ പോയിട്ടില്ലെന്നുമാണ് പൗരോഹിത്യം പ്രചരിപ്പിക്കാറ്. കാരണം സ്ത്രീകൾ എങ്ങനെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അടക്കി നിർത്തണം എന്നുള്ള അവരുടെ ഒരു ഉദ്ദേശമായിരിക്കാം ഹിജാബിന്റെ ആയത്തിന് മുമ്പേനും അതിന്റെ ശേഷം ആരും പള്ളിയിൽ പോയിട്ടില്ല എന്നൊക്കെ അല്ലെ. ഹിജാബിന്റെ ആയത്തിന്റെ ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും സ്വഹാബ വനിതകളും ജുമാ ജമാഅത്തുകളിൽ പള്ളിയിൽ പോയിട്ടുണ്ട്. മാത്രമല്ല ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയ ശേഷം അവരാരും പള്ളിയിൽ പോയിട്ടില്ലെന്നുള്ള പ്രചാരം യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണ്. അതായത് നമുക്ക് കാണാം, മൻ കസ്സബ അലയ്യ കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും എന്റെ മേൽ കളവ് പറഞ്ഞാൽ, മൻ കസ്സബ അലയ്യ, ആരെങ്കിലും എന്റെ മേൽ കളവ് പറഞ്ഞാൽ അവന്റെ സ്ഥാനഫൽ യതബവ്വഉ മഖ്അദ ഫിന്നാരി, അവന്റെ സീറ്റ് നരകത്തിൽ ഉറപ്പിച്ചോട്ടെ എന്ന്. അപ്പം പറയാണ് ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയ ശേഷം ഇവര് പറയുന്നത് പോയിട്ടില്ല എന്നാ. ഇനി പോയിട്ടില്ല എന്ന് പറഞ്ഞാലും പോകാത്ത പോയി എന്ന് പറഞ്ഞാലും രണ്ടും കളവെന്നാ, നബിന്റെ പേരിലെ കളവാ അല്ലെ. ഇത് നബിന്റെ പേരിലുള്ള ഒരു കളവാണ്. നമ്മളെ ഭാര്യമാരെ വിടുന്നില്ലെങ്കിൽ വിടണ്ട, പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്നൊന്നും പറയാനൊന്നും യാതൊരു വകുപ്പില്ല. നിങ്ങളുടെ മുമ്പിലൊക്കെ വ്യക്തമായ ഹദീസുകളാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇൻഷാ അല്ലാഹ്. പിന്നെ സ്ത്രീകൾ പള്ളിയിൽ പോയിരുന്നു എന്നതിന് ഒരു പ്രബലമായ തെളിവ് ഉദ്ധരിക്കാൻ പറ്റും? ഒന്നും കൂടെ, നിങ്ങൾ ഇപ്പൊ പറഞ്ഞതൊക്കെ തെളിവാണ്, ഇനി അതിനേക്കാൾ മുന്തിയ തെളിവ് വേണല്ലേ. ഓക്കെ. അതായത് മസ്ജിദുൽ ഹറം പള്ളിയിലെ അവിടെ പോകാൻ, അത് പള്ളിയാണ് അല്ലെ. മസ്ജിദുൽ ഹറം എന്ന് വെച്ചാൽ ഏറ്റവും വലിയ പുരുഷാക്കപ്പെട്ട ഏറ്റവും അഫ്ളലായിട്ടുള്ള പള്ളി. ആ പള്ളിയിൽ പോകുന്ന വിഭാഗങ്ങളുണ്ട്, അതേസമയം പോകാൻ അനുവദിക്കാത്ത, ഹജ്ജിന് പോയിട്ട് പോലും മസ്ജിദുൽ ഹറമിൽ കാലുകുത്താൻ സമ്മതിക്കാത്ത വിഭാഗവും ഉണ്ട് അല്ലെ. അതായത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ഹജ്ജിന് പോയിരുന്നു, അവർ തവാഫ് ചെയ്തിരുന്നു, അവർ പള്ളിയിലേക്ക് പുറപ്പെട്ടിരുന്നു, അവർ യുദ്ധങ്ങളിൽ പങ്കെടുത്തിരുന്നു, അവർ യുദ്ധത്തിൽ പരിക്ക് പറ്റിയ സ്വഹാബാക്കളെ പുരുഷന്മാരെ ട്രീറ്റ് ചെയ്തിരുന്നു അല്ലെ. നഴ്സിംഗ് പണിയെടുത്തിരുന്നു. അന്യ പുരുഷനാന്ന് പറഞ്ഞിട്ട് തൊടണ്ടാന്നൊന്നും പറഞ്ഞിട്ട് ഇല്ല അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അതിനുശേഷവും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇത് ആരാ പറയുന്നത്? ഫത്ഹുൽ ബുഖാരി. പിന്നെ പള്ളിയിൽ സ്ത്രീകൾ പോകുമായിരുന്നു എന്നതിന് വ്യക്തമായ തെളിവ്, ഇപ്പൊ പറഞ്ഞ തെളിവൊന്നും പോരാ അല്ലെ. അപ്പൊ ബയ്യിനാത്തിന് വേണം.
രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുയുടെ ഭാര്യ പള്ളിയിൽ വന്ന സംഭവം ഏറെ പ്രസിദ്ധമാണല്ലോ. ആത്തിക്കയെ ഉമർ വിവാഹം കഴിക്കുന്നത് തന്നെ പള്ളിയിൽ നമസ്കരിക്കാൻ പോകുന്നത് തടയില്ല എന്ന് വാഗ്ദാനം നൽകിക്കൊണ്ടാണ് അല്ലെ. ആത്തിക്കനെ കല്യാണം കഴിക്കുന്നത് തന്നെ ആത്തിക്ക അത് സമ്മതം വാങ്ങിയിട്ടാ. ഉമർ റളിയല്ലാഹു അൻഹു നമുക്കറിയാം സുബ്ഹി നമസ്കാരത്തിലാണ് അദ്ദേഹത്തിന് കുത്തേൽക്കുന്നത്. ആ സമയത്ത് ആത്തിക്ക പള്ളിയിൽ ഉണ്ടായിരുന്നത് വല്ലാത്തൊരു സീനാ അല്ലെ. സ്വന്തം ഭർത്താവിനെ ഒരുത്തൻ കുത്തിക്കൊല്ലുക, മരിക്കുക, അപ്പൊ ഭാര്യ ഉണ്ടാവണല്ലേ, ആലോചിക്കുമ്പോ ഒരു വിഷമം തോന്നുന്ന സീനാ. ഇബ്നു ഉമർ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഉമറിന് കുത്തേറ്റ അവസരത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ആത്തിക്ക പള്ളിയിൽ ഉണ്ടായിരുന്നു. ഇത് അഹമ്മദ് തന്റെ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പിന്നെ അൻ ഉമർ ലമ്മാ ഖതബഹ ശറത്തത്ത് അലൈഹി അല്ലാ യളിരിബഹ വലാ യംനഹ മിനൽ ഹഖി വലാ മിനസ് സ്വലാത്തി ഫിൽ മസ്ജിദിൻ നബവി. അതായത് ഉമർ അവരെ ആത്തിക്കയെ വിവാഹാലോചന നടത്തിയപ്പോൾ അവരെ അടിക്കാനോ അവകാശങ്ങൾ തടയാനോ പള്ളിയിൽ നിന്ന് നമസ്കരിക്കുന്നതിന് വിലക്കുകൾ ഏർപ്പെടുത്താനോ പാടില്ല എന്ന് വിവാഹ കരാറിൽ ആര് പറഞ്ഞിരുന്നു? ആരാ പറഞ്ഞത്? ആത്തിക്ക. എന്നെ അടിക്കരുത്, എന്നെ പള്ളിയിൽ പോകുന്നത് തടയരുത്, എന്റെ അവകാശങ്ങൾ തടയരുത്. ആത്തിക്ക ഭയങ്കര പവർഫുൾ ആയിരുന്നു അല്ലെ. ഒരു സഹാബി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹയോട് പരാതി പറയാൻ വേണ്ടി അദ്ദേഹം അമീറുൽ മോമിനായ കാലത്ത് പറയാൻ വേണ്ടി വന്നപ്പോൾ ആത്തിക്കയും ഉമർ ഖത്താബും തമ്മിൽ നടക്കുന്ന പ്രശ്നം കേട്ടിട്ട് മൂപ്പര് തിരിച്ചു പോയൊരു സംഭവം ഉണ്ടല്ലോ അല്ലെ. അപ്പൊ മൂപ്പര് ആത്തിക്ക റളിയല്ലാഹു ഭയങ്കര പവർഫുൾ ആയിരുന്നു. കല്യാണം കഴിക്കുമ്പോ തന്നെ ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ അത് ഇപ്പോഴത്തെ കോളേജിൽ പോയിട്ടാണ് അല്ലെ. അവര് കോളേജിലും പോയിട്ടില്ല, സ്കൂളിലും പോയിട്ടില്ല. ആ കാലത്ത് അറബി സ്ത്രീകൾ ഇത്രമാത്രം പവർഫുൾ ആയിരുന്നു ഉള്ളത് നമ്മൾ മനസ്സിലാക്കണം അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതോ ഒരു വിഷയത്തിൽ ചെറുങ്ങനെ ഒരു കളിയാക്കിയ വിഷയം കൊണ്ടാണല്ലോ അല്ലെ അന്ന് പിന്നെ അബൂബക്കർ റളിയല്ലാഹു ആയിഷ റളിയല്ലാഹു അടിക്കാൻ വരെ പോണുണ്ട് അല്ലെ. അതായത് സംഭവം എന്താ വെച്ചാൽ ആ മാല പോയ സംഭവം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ അതിന്റെ സ്വഹാബിന്റെ പേര് ഞാൻ മറന്നുപോയി. ആ മാല പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ദിവസം പിണങ്ങി നിൽക്കുന്നുണ്ടല്ലോ അള്ളാന്റെ പിന്നെ ഹദീസ് അല്ല അതുപോലെ വഹീ പ്രകാരം. അപ്പൊ 28 ദിവസമായപ്പം പിണക്കിണക്കി കൊണ്ടാണെന്നോ അല്ല നബീനെ ഭയങ്കര പ്രശ്നമുള്ള പിണക്കാണ്. അപ്പോഴത്തേന് ബേജാറായ ആയിഷ റളിയല്ലാഹുവിനെ കണ്ടുകൂടോ അല്ലെ, എല്ലാം തോലായിക്കണം, ഭയങ്കര വിഷമം. നാളെ നബി വരാണ്ടിക്കലില്ലാലോ. അപ്പൊ 28 അന്ന് പിണക്കിണക്കി കൊണ്ടുവന്നപ്പോ ആയിഷ റളിയല്ലാഹു നബിനോട് ചോദിക്കുക, അല്ലേ നബിയെ മാസം എന്ന് പറഞ്ഞാൽ 29, 30 ഒക്കെ അല്ലെ, 28 അല്ല ആയിട്ടുള്ളൂ, 30 തയ്ച്ചൂടെ? അന്നേരം അബൂബക്കർ റളിയല്ലാഹു അടിക്കാൻ വേണ്ടി കയ്യോങ്ങി. കാരണം അത്രയും കഷ്ടപ്പെട്ട് ഉള്ള വഹിയും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടാണ് ഇത് നന്നാക്കി കൊണ്ടുവരുന്നത്. അപ്പൊ നോക്കണ്ട നിങ്ങൾ അറബി സ്ത്രീകൾ ഒരു ഇതിലെ ഇപ്പോഴത്തെ കുട്ടികൾ അവർക്ക് എന്ത് വേണം, അമ്മായിമ്മനെ പറ്റുമോ, അവിടെ നിൽക്കുവോ, അല്ലെങ്കിൽ ഭർത്താവിന്റെ കൂടെ പോണോ, അതൊക്കെ പറയുമ്പോ നമ്മൾ പറയും ഇപ്പോഴത്തെ കുട്ടികളെന്ന്. ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ പിന്നെ ഭർത്താവിന്റെ ഭാര്യ ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത് അല്ലെ. അത്ഭുതം. എത്ര ആദരവ് നൽകിയിരുന്ന ഒരു മതമാണെന്നും ആ ഒരു പിന്നെ നിക്കാഹിന്റെ സമയത്തുള്ള കോൺട്രാക്റ്റിൽ നമുക്ക് ഡിമാൻഡ് വെക്കാന്നുള്ള ഒരു പുതിയ വിവരം കൂടി ചിലപ്പോ ഒരു പല സഹോദരിമാർക്ക് ഇതിലൂടെ ഇപ്പൊ കിട്ടുന്നുണ്ടാവും. ഇതിനിടയ്ക്ക് ഞാൻ സാക്കിർ നായിക്കിന്റെ ഒരു പ്രഭാഷണം കേട്ടപ്പോ അതിനകത്ത് ഒരു സ്ത്രീ അവരുടെ ഹസ്ബൻഡ് രണ്ടാമതൊരു വിവാഹം പിന്നെ ചെയ്തു അവരോട് ചോദിക്കാതെ. അതിന്റെ പറഞ്ഞിങ്ങനെ കുറ്റപ്പെടുത്തുമ്പോ അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു, വിവാഹ കോൺട്രാക്റ്റിൽ നിങ്ങൾ ഡിമാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു, വൈ ഡിഡ്ന്റ് യു ഡു ഇറ്റ്, എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്തില്ല? അപ്പൊ എന്റെ പ്രപ്പോസലായിട്ട് ബന്ധപ്പെട്ടപ്പോ ഒരുപാട് കേസുകളിൽ അങ്ങനെ പറയുന്നുണ്ട്, രണ്ടാം വിവാഹത്തിന് അനുവദിക്കൂലെന്ന്. അപ്പൊ ആ വിവാഹ പ്രപ്പോസൽ അങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നുണ്ടാവൂലേ? ഒരു കോൺട്രാക്ട് ആണ്. അദ്ദേഹം വീണ്ടും പറയാം ഒരു കോൺട്രാക്ട് ആണ്. സോ യു ഷുഡ് ഹാവ് ഡൺ ഇറ്റ്. നേരത്തെ തന്നെ നിങ്ങൾക്ക് ചെയ്യായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയാഞ്ഞിട്ടല്ലേ, പിന്നെ എന്തിനാണ് ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലേക്കാണ് അതിന്റെ കൺക്ലൂഷൻ ഉണ്ടായത്. അൽഹംദുലില്ലാഹ് ഇത് നമുക്കൊക്കെ ഈ കരാറിൽ ഒപ്പ് വെക്കേനുല്ലേ. കൊറേ ഡിമാൻഡ്സ് എഴുതി കൂട്ടിച്ചേർക്കണ്ടാവും അല്ലെ, പാടില്ല എന്നൊക്കെ. നെക്സ്റ്റ് ഈ കുട്ടികൾക്കെങ്കിലും നമുക്ക് പകർന്നു കൊടുക്കാലോ. അതെ, അവരിത് അറിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ അവരിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഈ കണ്ടീഷൻസ് ഒക്കെ ആണ് അവര് പറയുന്നത്. അതെ. എന്നാലും വീണ്ടും ഒരു സംശയം കൂടെ, വെള്ളിയാഴ്ച ദിവസം അവര് ജുമയിൽ പങ്കെടുത്തിരുന്നോ? മുഹാജിറുകളായ സഹാബ വനിതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജുമാ നമസ്കരിച്ചിരുന്നു. അത് ളുഹർ നമസ്കാരത്തിന് പകരമായി അവർ പരിഗണിക്കുകയും ചെയ്തിരുന്നു എന്ന് മുസന്നഫ് ഇബ്നു അബി ഷൈബ ഹദീസിൽ വ്യക്തമാക്കുന്നു.
അൻ അസനി റഹിമഹുല്ലാഹു ഖാല കുന്ന നിസാഉൽ മുഹാജിരീന യുസല്ലീനൽ ജുമാഅത മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ യഹ്തസിന ബിഹാ മിനൽ ളുഹരി. അവര് ളുഹറിന് പകരമായിട്ടാണ് ഇത് നമസ്കരിച്ചിരുന്നത്. സോളിഡ് പ്രൂഫ് അല്ലേ? ഇനിയും ഉണ്ട് പ്രൂഫ് അല്ലെ? നിങ്ങൾക്ക് തെളിവ് പോരാന്നല്ലേ പറയുന്നത്. ഉമ്മു ഹിഷാം റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബ വനിത എന്ന സ്വഹാബ വനിത സൂറത്ത് കാഫ് മനപ്പാടമാക്കിയത് വെള്ളിയാഴ്ച ദിവസം മിമ്പറിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതി കേട്ടിരുന്നതിൽ നിന്നാണെന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. മനസ്സിലായോ? ഉമ്മു ഹിഷാം ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി കേട്ട് റിപ്പീറ്റേഷൻ കേട്ടത് കൊണ്ടാണ് സൂറത്തുൽ കാഫ് മനപ്പാടമാക്കി, അല്ലാണ്ട് പഠിച്ചിട്ട് മനപ്പാടാക്കിയതല്ല. വളരെ പ്രാധാന്യമുള്ള മറ്റൊരു ചോദ്യം, സ്ത്രീകൾക്ക് വെള്ളിയാഴ്ച ജുമാ നമസ്കാരം ഫർളാക്കിയില്ല, എന്തുകൊണ്ട്? അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, വബില്ലാഹി തൗഫീഖ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് വളരെ ഒരു നല്ല അനുഗ്രഹമാണ് അല്ലേ? പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കെങ്ങാനും ജുമാ ഫർളായിരുന്നു എങ്കിൽ അത് മുല കുടിക്കുന്ന കുട്ടി ഉണ്ടാവും, തൊട്ടില്ലേ, അതിന്റെ മൂത്തതിന് പനിക്കുന്നുണ്ടാവും, മറ്റേന് സ്കൂളിൽ പോണം, അമ്മായിമ്മക്ക് പിന്നെ ബെഡിൽ മൂത്രമൊഴിച്ച് കിടക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ പറയാ എനിക്ക് ഫർള, ഇതൊക്കെ ഇവിടെ കിടക്കട്ടെ, ഞാൻ പോവാ, അല്ലെങ്കിൽ ഈ ആഴ്ച നിങ്ങൾ പോയിക്കോളി, അടുത്ത ആഴ്ച ഞാൻ പോവാ അല്ലെ? അങ്ങനെ ഇതങ്ങ് ഫർളാക്കിയിരുന്നെങ്കിൽ മാഷാ അല്ലാഹ്, എത്ര വലിയ ഔദാര്യം അള്ളാഹു അവിടെ ചെയ്തെന്ന് വേണം പറയാൻ. എത്ര മഹത്തായ ഔദാര്യാണ്. അത് ആക്കാതിരുന്നത് വളരെ നന്നായി എന്ന് വേണം പറയാൻ അല്ലെ? അപ്പൊ നമുക്ക് പോകാൻ പറ്റിയെങ്കിൽ പോയാൽ മതി, അല്ലെങ്കിൽ പോകണ്ട അല്ലെ? അതുകൊണ്ടാണ് ഫർളാക്കാതിരുന്നത്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നമ്മളൊക്കെ സ്കൂളിന്റെ അടുത്ത് പലപ്പോഴും കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ ചില യാത്രയിലൊക്കെ ആവുമ്പോഴും കുട്ടികൾ പുറത്ത് ജുമാ നടക്കുന്ന സമയത്ത് അതുപോലെയുള്ള ലേഡീസും യാത്രക്കാരായിട്ടുള്ളവരായിരിക്കും ഈ ജുമാ പറ്റില്ല എന്നും പിന്നെ അത് നിർവഹിച്ചു കഴിഞ്ഞാൽ ഫർള് വിടുന്നില്ലല്ലോ, ലഹ്റല്ലേ നിസ്കരിക്കണ്ടേ എന്നൊക്കെ പറയുന്നവർക്ക് എന്തായാലും ഇതുവരെയുള്ള ആ ചോദ്യങ്ങളിൽ നിന്നൊക്കെ അൽഹംദുലില്ലാഹ് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. നമുക്ക് നിർവഹിക്കാമെന്നും പോകാമെന്നും പിന്നെ എന്തുകൊണ്ട് പിന്നെ വിലക്കുന്നുണ്ട്, എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, എന്തുകൊണ്ട് അത് ഫർളാക്കിയില്ല, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എല്ലാം വ്യക്തമാണ്. അടുത്ത ചോദ്യം, ജുമാ നിർബന്ധമല്ലാത്ത വിഭാഗത്തിൽ ആരൊക്കെ ഉൾപ്പെടും? അതായത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ജുമാ ഉപേക്ഷിക്കൽ അനുവദനീയമായ പുരുഷന്മാരിൽ നിന്നും ഇളവുകൾ ഉള്ളവരും, അതായത് പുരുഷന്മാർ തന്നെ എല്ലാവരും ഒന്നും ജുമായിൽ പങ്കെടുക്കേണ്ട, ഇളവുകൾ ഉള്ളവരുണ്ട്. അതായത് അടിമ സ്ത്രീകൾ, കുട്ടികൾ എന്നിവരും ഇമാമ ജുമായിൽ നിന്ന് പിരിഞ്ഞ ശേഷമല്ലാതെ അതിനു മുൻപ് ളുഹർ നമസ്കരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതായത് നമുക്ക് പിന്നെ ഇനിയിപ്പോ ജുമാക്ക് പോകാൻ പറ്റിയില്ല, നമ്മൾ വീട്ടിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കെയർ ഓഫിൽ നമ്മൾ പുറത്ത് യാത്രയിലായി പോയി എന്നൊക്കെ വെക്കുകയാണെങ്കിൽ ളുഹർ നമസ്കരിക്കുകയാണെങ്കിൽ ഇമാം ളുഹർ പിന്നെ ഈ കുത്തുബ നടത്തി ആ നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞ ജുമാവിൽ നിന്ന് പിരിഞ്ഞ ശേഷമല്ലാതെ നമസ്കരിക്കുന്ന ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് പറയുന്നു. ഇല്ലെങ്കിൽ സൂക്ഷ്മതയ്ക്ക് വേണ്ടി നിശ്ചയമായും ഇമാം ജുമായിൽ നിന്ന് പിരിഞ്ഞു വന്ന് ഉറപ്പാക്കിക്കൊണ്ട് പിരിയുന്നത് വരെ കാത്തിരിക്കണം അല്ലെ? അപ്പൊ നമ്മൾ വീട്ടിലാണ്, നമ്മൾ ആണുങ്ങളെ വിളിച്ച് ജുമ ഇറങ്ങി വരുന്ന ഭക്ഷണത്തിന് വരികയോ അല്ലെങ്കിൽ നമുക്ക് ഫോൺ വിളിച്ച് ചോദിക്കാം അല്ലെ, പള്ളിയിൽ നിന്ന് ഇറങ്ങിയോ, നമ്മൾ നിസ്കരിക്കട്ടെ എന്ന് ചോദിക്കുക. അപ്പൊ അത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ആർക്കെല്ലാന്ന് മനസ്സിലായല്ലോ അല്ലെ? ആരെല്ലാം പോണ്ട, അതായത് നിർബന്ധം ഇല്ലാത്തോല്, ജുമാ നിർബന്ധമില്ലെന്ന് പറഞ്ഞ തടവ് ഉള്ളികളെ പോലുള്ള പ്രതിബന്ധമുള്ള സ്വതന്ത്ര പുരുഷൻ, അതായത് അടിമയല്ല, പക്ഷെ തടവ് പുള്ളികൾക്കൊക്കെ ഇപ്പൊ ഗവൺമെന്റ് ലോ അനുസരിച്ച് അല്ലാണ്ട് പള്ളിയിൽ പോകാൻ പറ്റൂല. സ്ത്രീകൾ, അടിമകൾ, പ്രായപൂർത്തിയാകാത്തവർ, ജുമാക്ക് ഹാജരാകാൻ അവർ ജുമാത്തിൽ എന്നിവർക്ക് അതിൽ ഇളവുണ്ട്. അഥവാ ഇനി അവർ ജുമായിൽ ഹാജരാവുകയാണെങ്കിൽ ഫർള് ളുഹറല്ല നമസ്കരിക്കേണ്ടത് 2 റക്അത്ത് ജുമയാണ്, ജുമാ നമസ്കാരമാണ് നമസ്കരിക്കേണ്ടത്. അതായത് ജുമാത്തായി കിട്ടിയില്ലെങ്കിൽ 1 റക്അത്ത് കൂടി അതിനോട് കൂടി നമസ്കരിക്കണം, എങ്കിൽ ജുമ ആയിട്ട് അവർക്ക് അത് മതിയാകുന്നതാണ്. അതായത് 1 റക്അത്ത് ഇപ്പൊ നമ്മള് ഓടിക്കതച്ച് എവിടെന്നെങ്കിലൊക്കെ വരെ, നാട്ടിലുള്ളവരെ വിഷയമല്ല കേട്ടോ പറയുന്നത്, നാട്ടിലുള്ളവര് നേരത്തെ കാലത്ത് വന്ന് ജുമായിൽ ഇമാം ഖുത്ബ പറയുന്നതിന് മുമ്പേ പള്ളിയിൽ എത്തണം എന്ന് നിബന്ധനയുണ്ട്. എന്തെങ്കിലും ഇൻ കേസ് നമ്മൾ പുറത്തായി പോയി ഓടിക്കതച്ച് വന്നാൽ 1 റക്അത്ത് നഷ്ടപ്പെട്ടാല് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 1 റക്അത്ത് കൂടെ കൂട്ടി നമസ്കരിച്ചിട്ട് 2 റക്അത്ത് ആക്കിയിട്ട് ഫിനിഷ് ചെയ്യണം.
അൽ ഉമ്മ എന്ന ഗ്രന്ഥത്തിലാണ് ഇത്. നിശ്ചയമായും അവർക്ക് തടസ്സങ്ങൾ നീങ്ങി ജുമായിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ അവർക്ക് അതാണ് ഏറ്റവും ഉത്തമം. അതായത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഫറലാക്കിയിട്ടില്ല, ഓക്കെ, ബട്ട് അവർ പങ്കെടുക്കുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും അഫ്ളല് അത് തന്നെയാണ്. നേരത്തെ ഒരു ക്വസ്റ്റിന്റെ ആൻസറും പരാമർശിക്കുമ്പോൾ അതിൽ ചെറിയൊരു ഭാഗമായിട്ട് വന്നെങ്കിൽ ഒന്നും കൂടെ ചോദിക്കാണ്. സ്ത്രീ സുഗന്ധം പൂശുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സ്ത്രീകൾ ഒഴികെയുള്ള അടിമകളും കുട്ടികളും എല്ലാ ആണുങ്ങളും ഒക്കെ ഹാജരാകുമ്പോൾ പിന്നെ സുഗന്ധം പൂശുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. വിത്തൗട്ട് ലേഡീസ് മാത്രമാണ് അതിൽ ഒഴിവ്. കുട്ടികൾ പോവുകയാണെങ്കിലും മറ്റുള്ള ആണുങ്ങൾ പോവുകയാണെങ്കിലൊക്കെ അവർക്കൊക്കെ പെർഫ്യൂംസ് ഉപയോഗിക്കാം, ലൗഡാണ്. എന്നാൽ സ്ത്രീകൾ സുഗന്ധം ഉപയോഗിച്ച് ജുമാ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അവൾ ശരീരത്തിലെ ദുർഗന്ധങ്ങൾ ശരിക്കു നീക്കുന്നത് വരെ ശരിയായ നിലക്ക് കുളിച്ച് പങ്കെടുത്താൽ മതി. ഇനി ഞാൻ അവൾക്ക് വെറുക്കുന്ന സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവൾ നമസ്കാരത്തിൽ വന്നാൽ അവൾ നമസ്കാരം മടക്കി നമസ്കരിക്കേണ്ടതുമില്ല. അതായത് അൽ ഉമ്മ എന്ന ഗ്രന്ഥത്തിലാണ് കേട്ടോ. അഥവാ ഇനിയിപ്പൊ അങ്ങനെ വന്ന് പോയി സ്പ്രേ അടിച്ച് പോയി എന്നുണ്ടെങ്കിൽ അവർ നമസ്കാരം മടക്കി നമസ്കരിക്കേണ്ടതുമില്ല. ഇപ്പം കുട്ടികൾക്കും ആണുങ്ങൾക്കൊക്കെ ഹലാലാണ്, പിന്നെ സ്ത്രീകൾക്ക് മാത്രമാണ് ഇത് ഹറാമ് പറഞ്ഞിട്ടുള്ളത്. അൽ ഉമ്മ എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ഈ പ്രസ്താവന. അപ്പൊ പുറത്തു പോകുമ്പോഴേ ഉപയോഗിക്കാൻ പറ്റാത്തുള്ളൂ, വീട്ടിൽ വെച്ചിട്ടാവാലോ അല്ലെ? നേരത്തെ സംതൃപ്തിപ്പെടുത്തുക അതെല്ലാം ആവാം അല്ലെ? മറ്റൊരു ചോദ്യം, സ്ത്രീ ജുമുഅക്ക് പങ്കെടുക്കുകയും അവൾ അത് നമസ്കരിക്കുകയും ചെയ്താൽ അനുവദനീയമാകുമോ? അതായത് തീർച്ചയായും സ്ത്രീകൾ ജുമുഅക്ക് പങ്കെടുക്കുകയും ഷാഫി മദ്ഹബിലെ പ്രശസ്ത പണ്ഡിതനും രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹിമഹുല്ല പറയുന്നു, വഖദ് നഖല ഇബ്നു മുൻദിരി വഗൈറുഹുൽ ഇജ്മാ അല അന്നഹ ലൗ ഹളറത്ത് വസല്ലത്തുൽ ജുമുഅത്തിൽ ജാസ്. തീർച്ചയായും സ്ത്രീകൾ ജുമാക്ക് പങ്കെടുക്കുകയും അവൾ അത് നമസ്കരിക്കുകയും ചെയ്താൽ അനുവദനീയമാകുന്നതിൽ നിന്ന് ഇജ്മാ ഉണ്ടെന്ന് ഇബ്നു മുൻദിറും മറ്റും ഉദ്ധരിച്ചിട്ടുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ നബിയുടെയും സ്വഹാബത്തിന്റെയും അതായത് പുരുഷന്മാരുടെയും പിന്നിൽ നിന്നുകൊണ്ട് സ്ത്രീകൾ നമസ്കരിച്ചു എന്നുള്ളതിന് സ്വഹീഹായ ധാരാളം ഹദീസുകളാൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല സ്ത്രീകളും പുരുഷന്മാരും ഈ വിഷയത്തിൽ ഇടകലരുക എന്നത് ഒരു വിഷയവുമല്ല. ഏകാന്തതയിൽ ഒരിക്കലും ഒരു സ്ത്രീയും പുരുഷനും ഇടകലരുന്നതിനെയാണ് വിമർശിക്കുന്നത്. അതായത് ഏകാന്തതയിൽ ഒരു ഫോണിലോ ഈവൻ ഒരു ഫോൺ കോൾ രാത്രി ഒരു അന്യ പുരുഷനും സ്ത്രീ അത്രയോ പകലോ എപ്പോഴെങ്കിലും ആവട്ടെ, ഇനിയിപ്പോ ഒരു ഓഫീസിലോ വേറെ എവിടെങ്കിലോ റൂമിലോ വീട്ടിലോ പിന്നെ ബീച്ചിൽ എവിടെ ഒരു അന്യ പുരുഷനും സ്ത്രീയും ഒന്നിച്ചാകുന്നതാണ് വലിയ വിഷയം. അല്ലാണ്ട് ഈ പള്ളിയിൽ പോകുമ്പോൾ ആളുകൾ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് സ്ത്രീകൾ നമ്മള് വീട്ടിൽ തന്നെ നിർത്തേണ്ട ആവശ്യമില്ല. ഒരു സ്ത്രീ ജുമാക്ക് പോകാൻ ഉദ്ദേശിച്ചാൽ മറ്റു നമസ്കാരങ്ങൾക്ക് പോകുന്നത് പോലെ തന്നെയാണ് അവൾ ജുമാക്ക് പോകേണ്ടത്. അതായത് അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ആഡംബരവും ഒരുക്കവും സ്പ്രേ അടിക്കലും അങ്ങനെ ഉണ്ട് ഇതൊന്നും വേണ്ടെന്നർത്ഥം. മറ്റൊരു ചോദ്യം, ജുമാ നമസ്കാരത്തിന്റെ പ്രതിഫലങ്ങൾ എന്തെല്ലാം? അവയൊക്കെ പുരുഷന്മാർക്ക് മാത്രം കിട്ടിയാൽ മതിയോ? അത് ഇപ്പൊ ഇത്രയും പറഞ്ഞതിൽ നിന്ന് സ്ത്രീകളായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ജുമാ നമസ്കാരം എന്ന് പറഞ്ഞാൽ അതൊരു കളിക്കുന്ന കളിയല്ല അല്ലെ, അതൊരു ഒന്നൊന്നര പ്രതിഫലാർഹമായ ഒരു അമല് സ്വാലിഹാത്ത് തന്നെയാണ്. അള്ളാഹു അത് ഫർലാക്കിയിട്ടില്ല എന്ന് മാത്രം. ഫർലാക്കിയിട്ടാണോ നമ്മൾ തറാവി നിസ്കരിക്കുന്ന അല്ലാലോ, ഫർലാക്കിയിട്ടാണോ ഖിയാമുൽ നിസ്കരിക്കുന്ന അല്ലാലോ, തഹജ്ജുദ് നമ്മൾ നമസ്കരിക്കുന്നുണ്ടല്ലോ, നമ്മളോട് ആരും അള്ളാഹു ഫർലാക്കിയിട്ടില്ലാലോ അല്ലെ. അതുപോലെ ഒരു അതായത് വല്ലവനും അബൂ ഹുറൈറ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വല്ലവനും പിന്നെ വെള്ളിയാഴ്ച ദിവസം ജനാബത്ത് കുളിക്കും പോലെ കുളിച്ച് എന്നിട്ട് ജുമാക്ക് പങ്കെടുത്താൽ അവൻ ഒരൊട്ടകത്തെ ബലി കഴിച്ചവന് തുല്യമായ പ്രതിഫലം. ആദ്യത്തെ മണിക്കൂർ രണ്ടാമത്തെ മണിക്കൂറിൽ എത്തിയാൽ ഒരു പശുവിനെ ബലി കഴിച്ചതിന്, അതായത് മൂന്നാമത്തെ മണിക്കൂറിലാണ് ഒരുത്തൻ പോകുന്നതെങ്കിൽ ആടിനെ ബലി, നാലാമത്തെ മണിക്കൂറിലാണെങ്കിലോ ഒരു കോഴിയെ ബലി കഴിച്ചത്, അഞ്ചാമത്തതിലാകുമ്പോ ഒരു കോഴിമുട്ട നൽകിയവന്
തുല്യമാണ്. അതായത് ഇങ്ങനെ ഇമാം പള്ളിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സ്മരണവാക്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുവാൻ. അങ്ങനെ ഓരോ സമയത്ത് ഓരോ ഗ്രേഡ് ആളുകൾക്കും പ്രതിഫലത്തിൽ വ്യത്യാസമുണ്ട്. ഫസ്റ്റ് സഫിൽ ആദ്യം വരുന്നവർക്ക് ഒട്ടകത്തിന് അർത്ഥ പ്രതിഫലം, പിന്നെ പശുവിന് അർത്ഥം, അങ്ങനെ അങ്ങനെ പ്രതിഫലം കുറഞ്ഞു കുറഞ്ഞ് കോഴിമുട്ടന്റെ അതും കഴിഞ്ഞ് ബാങ്ക് കൊടുത്തിട്ടാണ് വരുന്നതെങ്കിൽ അയാൾക്ക് ഒരു പ്രതിഫലവും ഇല്ല. മനസ്സിലാക്കണം, സഹോദരിമാരായാലും പുരുഷന്മാരായാലും ഒക്കെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓരോ പള്ളിക്ക് ഒരുപാട് ഡോസ് ഉണ്ടാവില്ലേ, എത്ര വാതിലുകളുണ്ട്, നമ്മളെ പള്ളിക്കൊക്കെ കുറെ വാതിലുണ്ട്. അപ്പൊ ഓരോ വാതിലിലും മലക്കുകൾ അവരുടെ ഗ്രന്ഥങ്ങൾ, ഇപ്പൊ നമ്മള് എന്താണ് ലൈലത്തുൽ ഖദറിൽ മലക്കുകൾ ഗ്രന്ഥമായിട്ട് വരും എന്ന് പറഞ്ഞ പോലെ അവരെ ഏടുമായിട്ടാ വരിക, നമ്മളെ പേരെഴുതി വെക്കാൻ. അപ്പൊ എല്ലാരും ഇങ്ങനെ ഇരുന്ന് എഴുതും. ഏത് വാതിൽ കൂടെ വന്നാലും കൂലി ഉണ്ടാവും കേട്ടോ, ഫ്രണ്ട് ഡോർ കൂടെ മാത്രല്ല കൂലി. അപ്പൊ അവരെന്ത് പണിയും, ബാങ്ക് അങ്ങോട്ട് കേട്ടാ എന്നാ വരും, ഞമ്മക്ക് ഇനി കുത്തുബ കേൾക്കാന്നും പറഞ്ഞിട്ട് കുത്തുബ കേൾക്കാനായിട്ട് അവര് കയറിപ്പോരും. ബാങ്ക് കൊടുത്ത ശേഷം ആരൊക്കെ പള്ളിയിൽ വന്നു അവരെ പേര് ആരും നാളെ മശറയിൽ എത്തിക്കഴിഞ്ഞാൽ നന്മ തിന്മകളുടെ ഏടുകളിൽ ഉണ്ടാവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആദ്യം എത്തണം. പിന്നെ അതിന് വരുന്ന കൂലി അല്ലെ, എത്ര കൂലിയാണ് പള്ളികളിൽ പോകാത്തവർക്ക് നഷ്ടപ്പെടുന്നത് സഹോദരിമാരെ. ഒരുപാട് പ്രതിഫലം നമുക്ക് പള്ളിയിൽ പോകുന്ന, അതായത് പള്ളിയിലേക്ക് വരുന്നതിന്റെ കൂലി എന്ന് പറഞ്ഞാൽ ഓരോ കാലെടുത്ത് വെക്കുമ്പോഴും നമ്മളെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും സ്വർഗത്തിൽ നമ്മളുടെ ഓരോ ദറജ വർദ്ധിക്കുകയും ചെയ്യും അല്ലെ. പിന്നെ ഒരു സദസ്സിൽ ഇരുന്ന കൂലി, ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുത്ത കൂലി, ഈ ആഴ്ച മുതൽ അടുത്ത ആഴ്ച വരെയുള്ള നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. സഫിന്റെ കൂലി, അടുത്ത സഫിൽ നിൽക്കുമ്പോ ഫസ്റ്റ് സഫ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട സഫാണ്. ഇനി അതുമല്ല നമ്മൾ മൂന്നാമത്തെ സഫിലാണ് നിൽക്കുന്നെങ്കിലും ഫസ്റ്റിലെ സഫിൽ വിടവ് കണ്ട് നമ്മൾ അങ്ങോട്ട് കയറി നിൽക്കുകയാണ്, അതിന് കൂലി. സ്വർഗത്തിൽ വീടാണ് വാഗ്ദാനം അല്ലെ. അടുത്ത നമസ്കാരം, അതായത് നമ്മൾ പിന്നെ ഒരു 11 മണിക്കേ പോയി നമസ്കാരം വരെ കാത്തിരുന്ന സമയം അത്രയും അവർ പള്ളിയിൽ നമസ്കരിച്ചു എന്നാണ് മലക്കുകൾ എഴുതുക. പിന്നെ ദുഹാ നമസ്കാരം നിർവഹിക്കാൻ പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ വമൻ മഷാ ഇല സുബഹത്തിൽ ദുഹാ വകാന ലഹു കഅജ്റിൻ മുഅത്തമിരിൻ, ആരെങ്കിലും ദുഹാ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് നടന്നിട്ട് പള്ളിയിലേക്ക് പോയി, വെള്ളിയാഴ്ച ദിവസം നമുക്ക് അത് പറ്റും അല്ലെ. വെള്ളിയാഴ്ച ദിവസം നമ്മൾ പൊഴുതെടുത്ത് പോകുമ്പോൾ നടന്നു പോയിട്ട് പിന്നെ ദുഹാ പള്ളിയിൽ വെച്ച് നമസ്കരിച്ചാൽ ഒരു ഉംറ ചെയ്തവന്റെ പ്രതിഫലമുണ്ട്. ഇത് ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പിന്നെ സമയത്തിന് മുമ്പേ പള്ളിയിൽ എത്തുക, വുളുവെടുത്ത് പുറപ്പെടുക, വീട്ടിൽ നിന്ന് തിരിച്ചെത്തുന്നവരെ അവര് നമസ്കാരത്തിലാണ്. പിന്നെ പിന്നെ ജുമാക്ക് പുറപ്പെട്ട ഒരാൾ ഇഹ്റാം ചെയ്ത ഹാജിയുടെ പ്രതിഫലമാണ് അവന് ലഭിക്കാൻ പോകുന്നത് അല്ലെ. അൽഹംദുലില്ലാഹ്, ഇഹ്റാം ചെയ്ത ഹാജിയുടെ പ്രതിഫലം ലഭിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ ഫർള് നമസ്കാരം പള്ളി ജുമാത്തായി നമസ്കരിക്കാനായി വീട്ടിൽ നിന്ന് വുളു ചെയ്ത് പുറപ്പെടുക. ഇത് ജുമാന്റെ മാത്രമല്ല കേട്ടോ, ഏത് നമസ്കാരവും, അതായത് ഇഹ്റാം കെട്ടിയ ഒരു ഹാജിന്റെ പ്രതിഫലം കിട്ടും. നമ്മള് വുളു എടുത്തും കൊണ്ട് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം, വുളു എടുത്തിട്ടാണ് പോകേണ്ടത്. മാത്രമല്ല ഒരു പള്ളിയിലേക്ക് പോയി നല്ലത് പഠിക്കാനോ അറിയാനോ നിറഞ്ഞ പൂർണ്ണമായ ഹജ്ജിന്റെ കൂലി ലഭിക്കുന്ന പറയുന്നത് തൊബ്രാനി റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ് അല്ലെ. നമ്മൾ പള്ളിയിൽ പോയിട്ട് എത്ര ആയത്തുകളാണോ ഓതിയത്, ആ ഓരോ ആയത്തുകളും ഓരോ ചുവന്ന ഒട്ടകത്തിന്റെ പ്രതിഫലം. ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ ഒരു ഒട്ടകത്തിന് ഏകദേശം 12,000 പുറത്ത് വില. അപ്പൊ ഒരു പിന്നെ അൽകാഹഫ് സൂറത്ത് നമ്മൾ പള്ളിയിലിരുന്ന് ഓതുകയാണെങ്കിൽ നമുക്ക് 110 ചുവന്ന ഒട്ടകങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കോടിക്കണക്കിന് വില വധിക്കുന്ന ഒരു എസറ്റാണ് അത് അല്ലെ. പള്ളിയിൽ വെച്ചിട്ട് ഖുർആൻ പാരായണം പള്ളിയിൽ വെച്ച് സംസാരിച്ചിരിക്കരുതേ സഹോദരിമാരെ. പലരും നമ്മോട് വർത്താനത്തിന് പ്രൊമോട്ട് ചെയ്യാനായിട്ട് വരും. അപ്പൊ നിങ്ങൾ ഖുർആൻ തന്നെ തല പൊത്തിഞ്ഞ അൽകാഫ് ആദ്യം ഓതിപ്പോയതാണെങ്കിൽ ജുസു ഓതുകയാണെങ്കിൽ നിങ്ങൾക്ക് 550, അതായത് 550 ആയത്തുകളുടെ പ്രതിഫലം കിട്ടും. അതെത്ര ഒട്ടകങ്ങൾ, ഒരു ഒട്ടകം നമുക്ക് ജീവിതകാലത്ത് മുഴുവൻ വാങ്ങാൻ പറ്റുമോ? നമ്മൾ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് നമുക്ക് ഒരു ഒട്ടകം വാങ്ങാൻ പറ്റൂല. അങ്ങനത്തെ ഇത് ഫ്രീ ആയിട്ട് അള്ളാഹ് തരികയല്ലേ. ഈ പ്രതിഫലമൊക്കെ പെണ്ണുങ്ങൾക്ക് നഷ്ടം. അതാ ആലോചിക്കുമ്പോൾ ആ സങ്കടം അല്ലെ. അവരും വെറുതെ ഇരിക്കുകയാണ്. ഇപ്പൊ എല്ലാ വീട്ടിലും 2 ആളാണ്, ഒരു ചോറ് ഒരു കറി, അല്ലെങ്കിൽ 2 ചപ്പാത്തി ലേശം ഉപ്പേരി ഉണ്ടെങ്കിൽ എല്ലാവരും ഭക്ഷണം കഴിഞ്ഞു. എന്നാൽ പോലും പല ആളുകളും പള്ളിയിലേക്ക് വരുന്നില്ല. ഇത്രയും പ്രതിഫലങ്ങൾ ഇവര് നഷ്ടപ്പെടുത്തുന്ന ഒരു സങ്കടം ആലോചിച്ച് നോക്കുകയാണല്ലേ. അതപ്പോ നമ്മുടെ ദുആ എപ്പോഴും അല്ലാഹുവേ നമുക്ക് അറിവ് കൂട്ടണേ, അറിവുള്ളവരോടൊപ്പം അല്ലാഹുവേ നീ നമ്മളെ ഉയർത്തണമേ, അറിവുള്ളവരെ പോലെ അല്ലാഹുവിനെ ഭയക്കണമേ എന്നൊക്കെ എപ്പോഴും നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. മലക്കുകൾ നമ്മളുടെ പേര് രേഖപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ്. അതെ, നമ്മളെ പേര്
നമ്മളെ പേര് എഴുതുക എന്നൊക്കെ പറയുമ്പോൾ സങ്കല്പിക്കുമ്പോൾ പോലും നമുക്ക് എന്തോ ഒരു വല്ലാത്തൊരു വികാരം. തീർച്ചയായിട്ടും ഈ ശബ്ദം എല്ലാ സഹോദരിമാർക്കും തുടർന്നുള്ള എല്ലാ വെള്ളിയാഴ്ചകളിലും അവരുടെ പേരുകളൊക്കെ മലക്കുകൾക്ക് രേഖപ്പെടുത്താവുന്ന രീതിയിൽ നേരത്തെ തന്നെ പള്ളിയിലെത്തുകയും ഹജ്ജിന്റെയൊക്കെ പ്രതിഫലം വാങ്ങാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അടുത്ത ഒരു ചോദ്യം, സൂറ അഹ്സാബില് 33-ാം നമ്പർ ആയത്തില് സ്ത്രീകൾ ജുമാ ജമാഅത്തിന് പങ്കെടുക്കുന്ന എതിരായിട്ട് ആ ആയത്തിൽ പറയുന്നുണ്ടോ? അപ്പം പിന്നെ ഓരോ ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. പാവങ്ങളുടെ ഹജ്ജാണ് ജുമ എന്ന് ചില ആളുകൾ പറയുന്നു. ആക്ച്വലി സത്യാണ് അല്ലെ? അവർക്ക് ഏതായാലും ഹറമിൽ പോയി ഹജ്ജും ഉംറയും നിർവഹിക്കാൻ പറ്റില്ല. അവർക്ക് വെള്ളിയാഴ്ച ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത് അവർ പാവങ്ങളുടെ ഹജ്ജാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സുബഹി നമസ്കരിക്കുമ്പോൾ സത്യവിശ്വാസികളായ സ്ത്രീകളും ഉണ്ടായിരുന്നു എന്ന് വീണ്ടും ബുഖാരി ഇമാം രേഖപ്പെടുത്തുന്നു. പിന്നെ അതായത് അർഷിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകളിൽ എണ്ണിപ്പറഞ്ഞവരിൽ അള്ളാഹുവിന്റെ തണലല്ലാത്ത മറ്റൊരു തണലും ഇല്ലാത്ത ദിവസം 7 കൂട്ടർ പള്ളികൾ പിന്നെ അർഷിന്റെ തണലിലാണ്. അതിൽ ഒന്ന് പള്ളികളുമായി പിന്നെ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട വ്യക്തികൾ അല്ലെ? അതായത് നമുക്കറിയാം നമ്മളെ ഈ പാവങ്ങളുടെ പരിസരത്തൊക്കെ പള്ളിയിൽ വരുന്ന സ്ത്രീകൾ അതൊരു വേറെ തന്നെ ആൾക്കാർ. അവർ എന്ത് പ്രതിബന്ധം ഉണ്ടെങ്കിൽ എങ്ങനെങ്കിലും എത്തും. വന്നിട്ട് ഞാൻ പരസ്പരം ചോദിക്കും നിങ്ങൾ എന്തെങ്കിലും കഴിഞ്ഞ ആഴ്ച വരാഞ്ഞ്. കാരണം അത്രക്ക് എന്തോ ഒരു ഫർള് പോലെയാണെന്ന് വേണം മനസ്സിലാക്കാൻ അല്ലെ? പിന്നെ സ്ത്രീകളുടെ ഏറ്റവും പുണ്യമുള്ള സ്ഥലം, അതായത് അള്ളാഹുവിന് രണ്ട് കൂട്ടരുടെ സെപ്പറേറ്റ് ആയിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ ഏറ്റവും മുമ്പിൽ എത്തുന്നതും കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യുന്നതും ഒക്കെ വളരെ മഹത്വം തന്നെ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളികളും അള്ളാഹുവിന് ഏറ്റവും വെറുക്കപ്പെട്ട സ്ഥലം പിന്നെ അങ്ങാടികളുമാണ്. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യം അഹ്സാബിലെ 33-ാം നമ്പർ ആയത്ത് സ്ത്രീകൾ ജുമാ ജമാഅത്തിന് പങ്കെടുക്കുന്നതിന് എതിരാണോ അല്ലേ? അതെന്താണ്? സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം എന്ന ഹദീസിനെ കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിക്കഴിയുകയും ചെയ്യുക. പഴയ അജ്ഞാന കാലത്തെ സൗന്ദര്യ പ്രകടനം പോലെയുള്ള സൗന്ദര്യ പ്രകടനം നിങ്ങൾ നടത്തരുത് അല്ലെ? ജാഹിലിയ കാലത്ത് പെണ്ണുങ്ങൾ ഭയങ്കര അശ്ബോഷായിട്ട് പിന്നെ പള്ളിയിലൊക്കെ പോയിരുന്നു. അതുപോലെയുള്ള പള്ളിയിൽ അതായത് നഗ്നരായിട്ട് കഅബ തവാഫ് ചെയ്തിരുന്നു എന്ന് വരെ പറയപ്പെടുന്നുണ്ട്. ആലോചിക്കുമ്പോ മേലെന്തോ ആകുന്നില്ലേ? ആ ഒരു തവാഫൊക്കെ നമ്മളങ്ങനെ മാനിക്കുന്ന ഒരു സ്ഥലമല്ല അവിടെ അങ്ങനെയൊക്കെ തവാഫ് ചെയ്യുക. അപ്പൊ അതുപോലെ പല വൃത്തികേടുകളും ജാഹിലിയ കാലത്ത് നടന്നിരുന്നു. അതൊന്നും പറ്റൂല. നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുകയും ചെയ്യുക. വീട്ടുകാരെ, പ്രവാചകന്റെ വീട്ടുകാരെ, നിങ്ങളിൽ നിന്ന് മാലിന്യം നീക്കിക്കളയുവാനും നിങ്ങളെ ശരിയായി ശുദ്ധീകരിക്കുവാനുമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ഇത് ഖുർആൻ അല്ലെ? 33-ാം നമ്പർ സൂറത്തിലെ 33-ാം നമ്പർ വചനമാണ് അല്ലെ? അപ്പൊ നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയായിട്ടാണ് അള്ളാഹു ഈ ആയത്ത് ഇറക്കിയത്. മാത്രവുമല്ല ഞാൻ പറയാം, ഒരു 50 വയസ്സ് വരെ സ്ഥിരമായിട്ട് പള്ളി പോയി എത്തിക്കാപ്പ് ഇരുന്ന് ലൈലത്തുൽ ഖദറിലൊക്കെ പങ്കെടുത്ത ഒരു സ്ത്രീ ഒരു 58-60 വയസ്സായപ്പോ അവര് രോഗമായിട്ട് കിടപ്പിലായിപ്പോയി. അതല്ലേ മക്കളെ കൂടെ എവിടെങ്കിലും പോയി ഡൽഹി അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടിട്ട് അവർക്ക് അവിടെ ദുബായൊക്കെ വേണേൽ നിസ്കരിക്കാലോ. അവർക്ക് ഇനി അമേരിക്കയിൽ അങ്ങനെ എവിടെ പോയിട്ട് അവർക്ക് അതിനുള്ള ഒരു സംവിധാനം നിസ്കരിക്കാൻ പോകാൻ പറ്റില്ല. എന്നിരുന്നാൽ അവര് വീട്ടിൽ നിന്ന് എന്തൊക്കെ ഇബാദത്ത് ചെയ്യുന്നുണ്ടോ നാട്ടിൽ എന്തെല്ലാം ചെയ്ത് അതേ പ്രതിഫലം അല്ലെ? 58 വയസ്സ് മുതൽ ഒരാൾ 60 വയസ്സ് വരെ കിടപ്പിലാണ്, വീട്ടിൽ നിന്ന് പോകാൻ പറ്റാത്ത അസുഖമാണ് എങ്കിൽ ആ വനിതക്ക് 58 മുതൽ സ്ത്രീ ആയാലും പുരുഷനായാലും അവർക്ക് ഫ്രീ ആയിട്ട് പ്രതിഫലം കിട്ടും അല്ലെ? ഇതൊക്കെ എന്തുകൊണ്ടാണ്? നമ്മൾ ആരോഗ്യകാലത്ത് എന്താണോ ചെയ്തത് അല്ലെ? വലിയത്തനാഫസിൽ മുത്തനാഫിസും അല്ലേ? അതായത് നമ്മൾ ഓരോ കാര്യത്തിലും നന്മയുടെ കാര്യത്തിലും നമ്മൾ എപ്പോഴും അതിനു വേണ്ടിയുള്ള മത്സരം നടത്തിയതാ. ഇപ്പൊ ആരോഗ്യമുള്ള കാലത്തൊക്കെ ഇങ്ങനെ കണ്ട വേണ്ടാത്ത കുറെ ഫത്വകൾ കേട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ആർക്കാ നഷ്ടം? നമുക്ക് തന്നെ അല്ലേ? ഈ ആയത്ത് സ്ത്രീകൾ ജുമാ ജമാഅത്തിന് പങ്കെടുക്കുന്നതിന് എതിരാണെന്ന് ചിലർ പ്രചരിപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ ആയത്ത് ജുമാ ജമാഅത്തിന് പങ്കെടുക്കുന്നതിന് എതിരല്ല, അനുവദനീയമാണെന്നാണ് വിശദീകരിക്കുന്നത്. ഇബ്നു കസീർ റഹിമഹുല്ലാ പറയുന്നു. ബാങ്ക് കൊടുക്കുന്നേ.
പിന്നെ സ്ത്രീകൾ വീടുകളിൽ ഒതുങ്ങിക്കഴിയണം, എന്നാൽ ആവശ്യങ്ങൾക്കല്ലാതെ സ്ത്രീകൾ പുറത്തു പോകാൻ പാടുള്ളതല്ല. നമസ്കാരത്തിന് വേണ്ടി ഷർത്തുകൾ പാലിച്ചുകൊണ്ട് പള്ളിയിൽ പോവുക എന്നത് ശറയിൽ അനുവദിക്കപ്പെട്ടതാണ്, അല്ലെ? അതായത് അള്ളാഹുവിന്റെ ദാസിമാരെ നിങ്ങൾ അള്ളാഹുവിന്റെ പള്ളികളിൽ നിന്ന് തടയരുത് എന്ന് പറഞ്ഞതുപോലെ ആഡംബരങ്ങളില്ലാണ്ട് പുറപ്പെട്ട. ഇബ്നു കസീർ തഫ്സീറിലാണ് ഇപ്രകാരം കാണുന്നത്. ലാ തംനഉ ഇമാ അല്ലാഹ മസ്ജിദ് അല്ലാഹ ലി വലി യഖ്റുജ്ന വഹുന്ന തഫിലാത്ത്, അല്ലെ? മുഹമ്മദ് അമാനി മൗലവി തഫ്സീറിലും പറയുന്നു, സ്ത്രീകൾ വീട്ടിൽ അടങ്ങിയിരിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് അവൾ ഒരിക്കലും ഒരു കാര്യത്തിനും പുറത്തിറങ്ങി കൂടാ എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവൾ പള്ളിയിൽ പോയിരുന്നു, നമസ്കരിച്ചിരുന്നു, ഇത്തികാഫ് ഇരുന്നിരുന്നു, യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു, യുദ്ധത്തിൽ മുറിവേറ്റ സഹാബികളെ ചികിത്സിച്ചിരുന്നു, നഴ്സുമാരെ പോലെ അവരെ ട്രീറ്റ് ചെയ്തിരുന്നു, അവർക്ക് ഭക്ഷണം, വസ്ത്രം മുതലായ കാര്യങ്ങൾ സൗകര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നൊക്കെ. യുദ്ധയാത്രകളിൽ പുരുഷന്മാരെ അനുഗമിച്ചിരുന്നതും മറ്റും പ്രസിദ്ധമാണ്. സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് തടയരുതെന്ന് പെരുന്നാളിന്റെ പ്രാർത്ഥനാ യോഗത്തിൽ വരെ പ്രത്യേകം വ്യക്തമാക്കുന്നുണ്ട്. അതായത് പെരുന്നാൾ നമസ്കാരത്തിന് മെൻസസ് ഉള്ള, അതായത് പിന്നെ ഹൈലുള്ളവർക്കും അല്ല, നിഫാസുള്ളവർക്ക് പറ്റില്ല, ഹൈലുള്ള സ്ത്രീകൾ വരെ പങ്കെടുത്തിരുന്നു എന്ന്. അത് മാത്രമല്ല, അവര് മറ്റുള്ളവര് കരയുന്ന കുട്ടികളെ എടുക്കാനോ ഖുതുബ കേൾക്കാനോ ഒക്കെ അവർക്ക് സൗകര്യം ഒരുക്കിയിരുന്നു. അതായത് ഇസ്ലാം അത്ര ലളിതമാണ്, ഇസ്ലാം വെരി ഈസിയാണ്. പക്ഷെ നമ്മൾ പറഞ്ഞ് അതിനെ ഒന്നല്ലാത്തൊരു കോലത്തിലേക്ക് ആക്കാമെന്ന് മാത്രം. പങ്കെടുപ്പിക്കുന്ന ചുരുക്കത്തിൽ അത്യാവശ്യ എസെൻഷ്യൽ മാറ്റേഴ്സിനല്ലാണ്ട് പുറത്തിറങ്ങുക, അടുത്ത ബന്ധുക്കളോട് അല്ലാതെ കൂടിക്കലർന്ന് യാത്ര ചെയ്ത്, അതായത് അന്യ പുരുഷന്മാരോടൊപ്പം കൂടിക്കലർന്ന് യാത്ര ചെയ്യാൻ ഇനി കുറെ ആളുണ്ടെങ്കിൽ പറ്റും, ഒറ്റയ്ക്ക് സമ്പർക്കത്തിനിടയാകുന്ന രംഗങ്ങൾ വിലക്കുക. ഇതൊക്കെയാണ് അഹ്സാബിന്റെ ആയത്തിൽ ഉള്ളത്. അല്ലാതെ സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം എന്ന ഹദീസ് കൊണ്ട് സ്ത്രീകൾ ജുമാ ജമാഅത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്നായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ പള്ളിയിൽ പോയി? അതൊരു ചോദ്യമാണല്ലോ. അങ്ങനെ ഒരു ആയത്ത് ഇറങ്ങിയാല് അങ്ങനെ പോകാൻ പാടില്ല, വീട്ടിൽ നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അവര് സഹാബ വനിതകളും നമ്മുടെ ഉമ്മഹാത്തുൽ മുഅ്മിനുകളൊക്കെ എന്തിനു പള്ളിയിൽ പോയി എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതായത് ഒരു സംഗതി ഇപ്പൊ, അതായത് നമുക്കറിയാം റമളാൻ മാസത്തില് മസ്ജിദുൽ ഹറമൊക്കെ നിറഞ്ഞൊഴുകിയാണ് ആളെ കൊണ്ടില്ലേ, ഭയങ്കര തിരക്കാണ്. നമ്മൾ ഭയങ്കര പൈസയാണ്, 4 ഇരട്ടി 2 ഇരട്ടി പൈസ കൊടുത്തിട്ടാ പോണം എന്ന് വെച്ച് തിരക്കാണെന്ന് പോണോലൊക്കെ പറയും. പക്ഷെ നമ്മൾ പോകാണ്ടിരിക്കുന്നുണ്ടോ? നമ്മൾ ആ തിരക്കിന്റെ ഇടയിൽ നമുക്ക് ആ പ്രതിഫലം വേണം. നമുക്ക് ഹജ്ജ് ചെയ്ത കൂലി, ഉംറ ചെയ്ത കൂലി, നബിന്റെ ഹജ്ജ് ചെയ്ത കൂലി ഒക്കെ കിട്ടും നമുക്കറിയാം, അല്ലെ? അതുകൊണ്ട് നമ്മൾ പോകുന്നു. അത് വെച്ചിട്ട് ഹറാമാണ്, അവിടെ തിരക്കുള്ളതുകൊണ്ട് ഹറാമാണെന്ന് വരുന്നില്ല, അല്ലെ? അങ്ങനെ. പിന്നെ സ്ത്രീകൾ തന്നെ ഉള്ളിന്റെ ഉള്ളിൽ നമസ്കരിക്കുക എന്നുകൊണ്ട് വേറൊരു വശം കൂടി എന്താ, ചിലപ്പോ അവർ കൊലായിലറ്റം പോയി നിന്ന് നമസ്കരിച്ചൂടാ എന്നാണോ നമുക്ക് അറിഞ്ഞൂടാ, ചിലപ്പോ അങ്ങനെയും ആകാം, അല്ലെ? ഹലാലായ കാര്യമല്ല, അള്ളാഹു അനുവദിച്ചതാ, ഫറലാണ്. ഫറലൊക്കെ ആളെ മുമ്പിൽ പബ്ലിക്കായിട്ട് ചെയ്യാം. റമളാൻ മാസത്തിൽ പബ്ലിക്കായിട്ട് നോമ്പെടുക്കാം, സക്കാത്ത് പബ്ലിക്കായിട്ട് കൊടുക്കാം, ഹജ്ജ് പബ്ലിക്കായിട്ട് ചെയ്യാം, അല്ലെ? അപ്പൊ അതുപോലെ ഇതും പബ്ലിക്കായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച ആരെങ്കിലും കൊലായിൽ നിസ്കരിക്കുന്നതിന് അനുവദിക്കാത്തതാണോ എന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചു, ഏത് ചോദ്യം എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും ഒടുവിൽ മുന്തസ്ത സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം എന്നതിനാണ് ഒരിക്കലും പറയരുത്, ഹദീസ് തന്നെയാണ്. എന്നാൽ ഞാൻ അപ്പോ പിന്നെ അതുപോലെ തന്നെ നേരത്തെ പരാമർശിച്ച പോലെ നമ്മളൊക്കെ തന്നെ പതിവായിട്ട് പോകുന്നവർക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച അത് മിസ്സാകുമ്പോൾ ഭയങ്കര ഒരു പ്രയാസം, വിഷമമൊക്കെ ഉണ്ട്. മറ്റുള്ളവർ നമ്മൾ അന്വേഷിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു, അല്ലെ? അങ്ങനെയാണെങ്കിലും ഇത്രയൊക്കെ ഹദീസുകള് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടും സ്ത്രീകളെ പള്ളിയിൽ നിന്ന് തടയുന്ന പുരുഷന്മാരെ കുറിച്ച്, അങ്ങനെയുള്ളവർ ഇപ്പോഴും ഉണ്ടല്ലോ, അവരെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ലാസ്റ്റ് അത് ഞാൻ പറയുമ്പോ ചിലർക്കൊക്കെ പൊള്ളും, അതുകൊണ്ട് പേടിയാ പറയാൻ, എന്നാലും പറയാം. അതായത് പുരുഷന്മാര് 3 വിഭാഗം ആളുകളാണ്, അല്ലെ? ഒരു വിഭാഗം ആളുകൾക്ക് നോ പ്രോബ്ലം, ഹലാലും ഇല്ല ഹറാമും ഇല്ല, അവര് ഭാര്യമാര് എന്ത് ചെയ്താലും വേണ്ടിയില്ല, അല്ലെ? ജീൻസ് ഇട്ടാലും ശരി, ടോപ്പ് ഇട്ട് നടന്നാലും ശരി, ഷോള് മറിക്കാണ്ട് ഷോൾ ഇട്ടാലും ശരി, ബീച്ചിൽ പോയാലും ശരി, ഫ്രണ്ടിന്റെ കൂടെ പോയാലും ശരി, നോ പ്രോബ്ലം,
അല്ലെ? അങ്ങനത്തെ ഒരു ടൈപ്പാണ് അവര്. ഈ ഭാര്യമാർക്ക് പ്രതിഫലം വേണം, അവര് നല്ലത് ചെയ്യട്ടെ, നല്ല ക്ലാസ്സിന് പോട്ടെ എന്ന് അവർ നിർബന്ധിക്കാറുമില്ല, പറയാറുമില്ല. അങ്ങനെ ഒരു വിഭാഗം. മറ്റൊരു വിഭാഗം എന്ന് വെച്ചാൽ ഫുൾ ടൈം എവിടെയാണോ പോണത്, അതായത് നമ്മളെ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് ആശയക്കാരിൽ ഞാൻ കണ്ടുവരുന്ന ഒരു ക്വാളിറ്റി പ്ലസ് പോയിന്റ് ആയിട്ട്, അവരെവിടാണോ പോണത്, ബൈക്കുള്ളവന് ബൈക്കിന്റെ പിന്നിൽ, സ്കൂട്ടറുള്ളവന് സ്കൂട്ടറിന്റെ പിന്നിൽ, കാറുള്ളവന് അതെല്ലാം നടന്നിട്ട് അവര് ഭാര്യമാരെ കൂട്ടിയേ പോവുള്ളൂ അല്ലെ? എല്ലാ നമസ്കാരത്തിലും എല്ലാ പോകുമ്പോഴൊക്കെ ഫർലാവട്ടെ സുന്നത്താട്ടപ്പം, പിന്നെ മറ്റേ ഗ്രഹണ നമസ്കാരമൊക്കെ നമുക്ക് സുന്നത്താണല്ലോ, മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരമൊക്കെ. അപ്പൊ ആ നമസ്കാരങ്ങൾക്കാവട്ടെ, കയ്യാമുല്ലയിലിനാവട്ടെ, ഒക്കെ രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ ഭാര്യമാരെ കൊണ്ടുപോകുന്നുണ്ട്. ഏതായാലും അൽഹംദുലില്ലാ മാഷാ അല്ലാ, അവരെ പ്രശംസിക്കല്ല, അവർക്ക് അൽഹംദുലില്ലാ, അവർക്ക് അള്ളാഹിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് പ്രതിഫലം കൊടുക്കട്ടെ എന്ന് പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. കാരണം അവരൊരു സന്മനസ് കൊണ്ടാണല്ലോ നമ്മളെപ്പോലുള്ള ഒരുപാട് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നതില്ലേ. എന്നാൽ വേറൊരു വിഭാഗം ഉണ്ടെന്ന് വെച്ചാൽ അവര് പിന്നെ ബ്രോസ്റ്റഡ് തിന്നാനോ, ചില്ലി ചിക്കൻ തിന്നാനോ, ഹോട്ടലിൽ പോകാനോ, ടൂറ് പോകാനോ, ജാറം മൂടാനോ, എവിടെല്ലാം പോകാൻ കഴിയും അതൊക്കെ ഇന്നോവ കാറും എടുത്ത് വീട്ടിലെ മക്കളെയും പെണ്ണുങ്ങളെയൊക്കെ പെറുക്കിയിട്ട് പോകും. പക്ഷെ പള്ളിയിൽ പോകുന്ന കാര്യത്തിൽ, പ്രതിഫലം കിട്ടുന്ന കാര്യത്തിൽ, സ്വർഗത്തിൽ പോകുന്ന കാര്യത്തിൽ നോ കോംപ്രമൈസ് അറ്റോൾ. അവരിവിടെ ഇരുന്നോട്ടേ എന്നാണ് അവരുടെ ഒരു ധാരണ. ഇതാണെങ്കിലോ ഇത്ര കേട്ടാലും എത്ര പഠിച്ചാലും നമ്മളെ സ്ത്രീകൾക്ക് ഈ സത്യാവസ്ഥ മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു സത്യം അല്ലെ? ഇവിടെയും പോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമില്ലേ പള്ളിയിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ പറഞ്ഞ പ്രതിഫലങ്ങൾ ഇത്രയും വർഷകാലം ആണുങ്ങൾ നേടിയെടുക്കുക, ഈ പെണ്ണുങ്ങൾ പൊട്ടക്കിണറ്റിലെ തവളനെ പോലെ മേലോട്ട് നോക്കി ഒന്നും അറിയാണ്ട് എന്താ സംഭവിക്കാണ്ട് അറിയാണ്ടിരുന്ന എത്രമാത്രം പ്രതിഫലമായിരിക്കും അവർക്കൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലെ? ഓൾറെഡി പ്രസവിച്ച് കിടന്നിട്ടും മക്കളെ പോറ്റിയിട്ടും പല വിഷയങ്ങൾ കൊണ്ട് നമുക്ക് നിസ്കാരം മെൻസസും വലിയൊരു വിഷയമാണ്. അതിന്റെ പോലെ കൂട്ടത്തിൽ ഇതും, അതായത് അവരെ സംബന്ധിച്ചിടത്തോളം, ആ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മെയ്ഡ് ഇൻ ജർമ്മനിന്റെ ഒരു റോബോട്ടാണ് അല്ലെ? അതായത് അവരെന്താണോ കീ കൊടുത്ത് റിമോട്ട് കൺട്രോൾ പറയുന്നത്, അടുക്കള അടിച്ചാരണം, വീട് വൃത്തിയാക്കണം, അതാക്കണം, ഇതാക്കണം, പള്ളിയിൽ പോകേണ്ട, ജുമാന്റെ സമയത്ത് ഒരു അടുക്കളയിൽ എന്തെങ്കിലും പണിയിലായിരിക്കും. ഇനി വല്ലപ്പോഴെങ്ങാൻ നമുക്ക് ജുമാ നഷ്ടപ്പെട്ടാൽ തന്നെ നമ്മളെപ്പോലെയുള്ള ആരും തന്നെ ആ സമയത്ത് അടുക്കളയിലോ ഫുഡ് പ്രിപ്പറേഷനിലോ ഒന്നും നിൽക്കൂല. ഒതെടുത്ത് ലുഹ നമസ്കരിച്ച് ജുമായിൽ എന്ന പോലെ നമ്മൾ എല്ലാണ്ട് ഇരുന്നിട്ട് ഓതി നിസ്കരിച്ചു ആ ഒരു ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെ ആയിരിക്കും നമ്മൾ ഇരിക്കുക. അങ്ങനെ ജുമാത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തൊരു വിഷമവും നമുക്കുണ്ടാവും. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ? നമ്മുടെ ഒരു ടൈം, ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, നമ്മുടെ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായും വ്യക്തമായും ആധികാരികമായും മറുപടി തന്ന മുന്തസ്തക്ക് ജസാക്കല്ലാഹു ഖൈറൻ കസീറ. ഇനിയും ഇത്തരത്തില് ധാരാളം വിഷയങ്ങൾ നമ്മുടെ സഹോദരിമാരിലേക്ക് എത്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വസാരിഊ ഇലാ മഗ്ഫിറത്തി മിൻ റബ്ബിക്കും വജന്നത്തി അർളുഹ സ്സമാവാത്തി ഉദ്ദത്ത് ലിൽ മുത്തഖീൻ അല്ലേ? അങ്ങനെ ധൃതിപ്പെട്ട് ഓടാനാണ് നമ്മുടെ ഖുർആന്റെ വാഗ്ദാനം അല്ലേ? ഇനി ഈ സത്യാവസ്ഥ അറിയാത്ത ആണുങ്ങൾക്ക് നിങ്ങൾ ഈ ക്ലാസ് ഒന്ന് ചിലപ്പോ അവര് പോകണ്ടെന്ന് പറയുന്നത് അവർക്ക് ഈ വിഷയത്തിലുള്ള അജ്ഞത കൊണ്ടായിരിക്കാം. മേ ബി നമുക്കറിയില്ല അല്ലെ? നമ്മളാണുങ്ങൾ ഇത്രയും നല്ല ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ പോകുന്ന സ്വർഗത്തില് നിങ്ങളെ ബെഡ്റൂമില് ഭാര്യയായിട്ട് ഞാൻ വരണ്ടേ? എനിക്കും ഇബാദത്തിന്റെ പ്രതിഫലം വേണ്ട? ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞതായിട്ട് ഓർക്കുന്നു, ഒരു തഹജ്ജുദ് നമസ്കാര സമയത്ത് ഒരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, എനിക്ക് എപ്പോഴും തഹജ്ജുദ് നമസ്കാരം രാവിലെ എണീറ്റ ഒന്നിനൊരു ഉന്മേഷവും ഇല്ല, ഇനി മുതൽ നിസ്കരിക്കണ്ട. ആ സ്ത്രീ നിസ്കരിച്ചില്ല. അങ്ങനെ ഈ 2 മണി 3 മണിന്റെ അലാറം കേട്ടാൽ അയാൾ ഉണർന്നു പോകുമ്പോൾ എനിക്ക് ഇങ്ങനെ ഇരുന്ന് കരയും. അങ്ങനെ 2-3 ദിവസം കരയുന്നത് കേട്ടപ്പോ ഭർത്താവ് ചോദിച്ചു, എന്തിനാ നീ കരയുന്നത്? ഈ ഇപ്പൊ തഹജ്ജുദ് നിസ്കരിക്കലില്ലേ? അപ്പോൾ നിങ്ങളല്ല ഇങ്ങോട്ട് നിസ്കരിക്കേണ്ട. അല്ല, ആ സ്ത്രീ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാനെങ്ങാനും നാളെ അള്ളാന്റെ കോടതിയിൽ എത്തിയാല് അള്ള എനിക്ക് തഹജ്ജുദ് നമസ്കാരത്തിന്റെ പ്രതിഫലം തന്നിട്ടില്ല, ഞാൻ നെഞ്ചുമുട്ടി അള്ളാനോട് പറയും, എന്റെ ഭർത്താവ് നമസ്കരിച്ചതിൽ നിന്ന് ആ പ്രതിഫലം എനിക്ക് വേണം, എന്റെ ഭർത്താവ് നമസ്കരിച്ചതിൽ നിന്ന് കാരണം ഞാൻ നമസ്കരിക്കാതിരുന്ന അദ്ദേഹത്തിന്റെ കാരണം എന്ന് പറയുന്ന പറഞ്ഞപ്പോ ആ ഭർത്താവ് ഉടനെ ചോദിക്കുക, എന്നോട് ഞാൻ നിസ്കരിക്കേണ്ടെന്ന് പറഞ്ഞീനോ? തൽക്കാലത്തേക്ക് രക്ഷപ്പെടാനാണെങ്കിൽ പോലും
നോക്കണം. അപ്പൊ അതുപോലെ നിങ്ങൾ നിങ്ങളെ ഭർത്താവിനോട് പറയണം, ഇത് നിങ്ങൾക്ക് ഇവിടെ പള്ളിയിൽ നിന്ന് അള്ളാഹുവിന്റെ അടിയാത്തികളെ പള്ളിയിൽ നിന്ന് തടയാൻ ഒരു വകുപ്പും ഇല്ല. കണ്ടില്ലേ നിങ്ങൾ ഞാൻ പറഞ്ഞ ഹദീസിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഡിനേ ചെയ്യാൻ തോന്നുന്നുണ്ടോ? പറ്റൂല. അത്രയ്ക്ക് ക്ലാരിഫൈഡ് ഹദീസ. ഇൻഷാ അല്ലാഹ് വബില്ലാഹി തൗഫീഖ്. ഈ വിഷയം ഭംഗിയായി അവതരിപ്പിക്കാൻ എന്നെ സഹായിച്ച മൈമൂന ടീച്ചർക്കും ചോദ്യങ്ങൾ വ്യക്തമായും സ്ഫുടമായും ചോദിച്ച് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ തൗഫീഖ് നൽകിയ റബ്ബ് സുബ്ഹാനഹു തആലയ്ക്ക് ഞാൻ പ്രത്യേകം അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് അത് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞ ഒരു അറിവും വിവരവും പിന്നെ സാങ്കേതിക പരിജ്ഞാനവും അതിനുള്ള എല്ലാതരം ഡിവൈസുകളും അന്ന് പ്രദാനം ചെയ്ത അള്ളാഹുവെ നിനക്ക് ഒരുപാട് ഒരുപാട് സ്തുതി. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത വനസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു അക്ബർ.